വെൽക്കം ടു ഡ്രീം ക്യാച്ചർ. നമ്മൾ ഫിസിക്സിൻ്റെ 14 ചാപ്റ്ററും ഒരു മാരത്തോൺ എന്ന രീതിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് 14 ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ചാപ്റ്റർ. അതിനകത്ത് ടോട്ടൽ 5 ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കായിട്ടും നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്കായിട്ട് 4 ടോപ്പിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിൽ 2 ലോസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ലോ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. രണ്ടാമത്തത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഫിഗർ, മിറർ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. Cartesian sign convention. All the distance are measured from pole to the mirror. Second one, all distance measured in the direction of incident ray are taken as positive, and the height measured perpendicular to the principal axis and upwards are taken as positive. Spherical mirrors are classified into 2 types, concave and convex mirror. The focus of a spherical mirror, the concave mirror. The light ray which are coming parallel to the principal axis after reflection converges to a point on the principal axis, and this point is called principal focus of a concave mirror. In a convex mirror, a light ray which are coming parallel to the principal axis after reflection from the convex mirror appears to diverge from a point on the principal axis on the other side of the mirror, and this point is called principal focus of a convex mirror. There is a relationship between R and F. We can calculate R is equal to 2F. So for that we have to draw 2 lines. One which is passing or going parallel to the principal axis and going through the focus. The second one, it's the normal itself, and considering tan theta and tan 2 theta, then tan 2 theta is equal to 2 theta and tan theta is equal to theta itself, since both the angles are very small. Then we have to divide the tan 2 theta or the 2 theta divided by theta. I wanted you to know that 2 should come in the upper place. Okay, so 2 is equal to R by F, or anyway you should divide that. ഇവിടെ 2 കേസ് ആണെങ്കിലും ഒന്നാമത്തെ കേസിൽ ഞാൻ 2 കേസ്, അതായത് വേണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, 2 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ നമുക്ക് R ഇസ് ഈക്വൽ ടു 2F എന്ന് തന്നെ കിട്ടും. അപ്പം ഇത്രേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറും എഫുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ തീറ്റ എടുക്കണം, അതായത് ടാൻ തീറ്റ, ടാൻ 2 തീറ്റ. അപ്പോൾ ടാൻ തീറ്റയെ നമുക്ക് തീറ്റ എന്ന് തന്നെ എടുക്കാം, ടാൻ 2 തീറ്റയെ 2 തീറ്റ എന്ന് തന്നെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ചെയ്യണം. ദെൻ ഡിവൈഡ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്കും R ഈസ് ഈക്വൽ ടു 2F എന്ന് കിട്ടും. അടുത്തതാണ് മിറർ ഫോർമുല. മിറർ ഫോർമുലയ്ക്കകത്ത് പറയുന്നത്
രണ്ട് പെയർ ഓഫ് ട്രയാങ്കിൾ എടുക്കണം. ആദ്യത്തെ പെയർ ഓഫ് ട്രയാങ്കിളും പിന്നെ രണ്ടാമത്തെ പെയർ ഓഫ് ട്രയാങ്കിളും. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ട് പെയറിൽ നിന്നും ഇതിൻ്റെ സൈഡ് എടുക്കണം, സൈഡുകളുടെ ഒരു റേഷ്യോ. ഓക്കെ. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, പടം കൃത്യമായി വരയ്ക്കണം. പടത്തിനകത്ത് ഓരോ പോയിന്റും യുവും വിയും എഫും എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. പല രീതിയിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ലാസ്റ്റിൽ നിന്ന് ഒരു അവസാനത്തിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പൊക്കെ എത്തുമ്പോഴത്തേക്കും ഡിവൈഡഡ് ബൈ 2 യു വി എഫ് എന്നൊക്കെ പറയും. അതാണ്. ഓക്കെ, പല രീതിയിലും അത് ചെയ്യാം. അടുത്തതാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു, അതായത് എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ H0. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് വെർച്വൽ ആണ്. ഇനി എമ്മിൻ്റെ വാല്യൂ 1-നെക്കാട്ടും വലുതാണ് കിട്ടുന്നതെങ്കിൽ കിട്ടുന്ന ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. ഇനി 1-നെക്കാട്ടും ചെറുതാണ് എം എങ്കിൽ അത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജുമാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് എച്ച് ഐ ഡിവൈഡഡ് ബൈ H0 ഇസ് ഈക്വൽ ടു 1 എന്ന് നോക്കുമ്പോഴേക്കും HI ഇസ് ഈക്വൽ ടു H0 എന്ന് വരും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. The direction of propagation of an obliquely incident ray of light that enter the other medium changes at an interference of the two medium. And ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു ഇൻ്റർഫേസിൽ വെച്ച് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ചേഞ്ച് ചെയ്യും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, റെയറൽ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുന്നെങ്കിൽ ഇറ്റ് ബെൻ ടുവേർഡ്സ് ദ നോർമൽ. ഇനി ഡെൻസറിൽ നിന്നും റെയറൽ മീഡിയത്തിലോട്ടാണെങ്കിൽ ബെൻ എവേ ഫ്രം ദ നോർമൽ. ഇനി നോർമലിലൂടെയാണ് പോകുന്നതെങ്കിൽ അതെ, നോർമലിലൂടെ തന്നെയാണ് തിരിച്ചും പോകുന്നത്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Refractive index of a medium is defined as the ratio of velocity of light in vacuum to the velocity of light in any medium. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വാക്യൂത്തിലുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ ഒരു മീഡിയം. ഇനി പെൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. അടുത്ത് പഠിക്കാനുള്ളതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് വൺ, ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. രണ്ടാമത്തെ സെൽസ് ലോ പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. The ratio of the sine of the angle of incidence to the ratio of the sine of the angle of refraction is a constant, and sin I by sin r is equal to constant. അല്ലെങ്കിൽ നമുക്ക് sin I by sin r is equal to n2 by n1 എന്ന് എഴുതാം. ഇനി റിഫ്രാക്ഷന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ്. അപ്പം ആദ്യം റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോഴേക്കും ഇറ്റ് ബെൻ ടുവേർഡ്സ് നോർമൽ. ഇനി ഡെൻസറിൽ നിന്നും റെയറിലോട്ട് പോകുമ്പോൾ ബെൻ എവേ ഫ്രം ദ നോർമൽ. അപ്പം ഇത് കൃത്യമായി വരച്ചതിന് ശേഷം നമ്മൾ ഇൻസിഡൻറ്റ് റേനെ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് കിട്ടിയ എമർജൻറ്റ് റേയും അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഉള്ള ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മളത് ഡിസ്റ്റൻസ് അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐ എസ് ഈക്വൽ ടു ഇ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആണ്. അടുത്തത് സൺറൈസ്, ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. Density of air in the atmosphere continuously decreases. Therefore, the light coming
from the sun is traveling from a rarer medium to denser medium. Therefore, it bends towards the normal. Thus, we can see that the sun at an apparent position raised above the horizon. Sun density, or the density of air in the atmosphere continuously decreases. അപ്പം അതായത് ഏറ്റവും ഡെൻസിറ്റി ഉള്ളതെന്ന് പറയുന്നത് താഴെയാണ്. അപ്പം അറ്റ്മോസ്ഫിയറിന് ഓരോ ലെയർ മേലോട്ട് പോകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഏറ്റവും ഡെൻസിറ്റി ഉള്ള റീജിയൻ നമ്മുടെ ഈ ഒരു റീജിയനാണ്. അതുവഴി ലൈറ്റ് കമ്മിങ് ഫ്രം ദ സൺ ഈസ് ട്രാവലിംഗ് ഫ്രം എ റെയറർ മീഡിയം ടു, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ സൺറൈസ് ലൈറ്റിൻ്റെ റേസ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ബെൻഡ് ടുവേർഡ്സ് നോർമൽ അടുത്തോട്ട് വരും. അങ്ങനെയാണ് സണ്ണ് ഒരു അപ്പാരൻറ്റ് പൊസിഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, റൈസ്ഡ് എബവ്. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എർത്ത് ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ, ഒബ്സർവർ നോക്കുകയാണ്. ഒബ്സർവർ നോക്കുമ്പോൾ ശരിക്കും നിൽക്കുന്ന സണ്ണൊരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അതിനെക്കാട്ടും കുറച്ച് എലിവേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാമേ. നമ്മൾ മേലിൽ നിന്ന് ലൈറ്റ് റേ വരുമ്പോഴേക്കും റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോടുമ്പോൾ ബെൻഡ് ടുവേർഡ്സ് നോർമലിലോട്ട് വരും. അപ്പം തന്നെ നോർമലിലോട്ട് അടുത്തോട്ട് വരും. അതാണ് കുറച്ച് റേസ്ഡ് ആയിട്ട് കാണുന്നത്, മുകളിൽ കുറച്ച് റേസ്ഡ് ആയിട്ട് കാണുന്നത്. ഇനി ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഓഫ് എയർ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ സ്റ്റാർ ഇസ് ട്രാവലിംഗ് ഫ്രം എ റെയറർ പാർട്ട് ടു ഡെൻസർ പാർട്ട്. അതുവഴി ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. ഇത്രയാണ് നേരത്തെയും പറഞ്ഞത്. ദസ് വി ക്യാൻ സീ ദ സ്റ്റാർസ് അറ്റ് എ apparent position. But the density of air in the atmosphere continuously changes. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു ഡെൻസിറ്റി ഓഫ് എയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓൾസോ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. അപ്പം നോട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് സ്റ്റാറിനെ കാണാൻ പറ്റുന്നത് ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെച്ചാണ്. പക്ഷേ നമ്മൾ ഓരോരോ ലെയറിൽ മുകളിലോട്ട് പോകുമ്പോഴേക്കും ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ഇങ്ങനെ ഓരോ ലെയർ പോകുമ്പോഴും ഡെൻസിറ്റിയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്പാരൻ്റ് പൊസിഷനിലുണ്ടാവുന്ന അവിടെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതുവഴിയാണ് സ്റ്റാർ ട്വിങ്ക്ലിംഗ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ മുകളിൽ നിൽക്കുന്ന, അതായത് കരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നും ഫിഷ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ചെറുതായിട്ട് നമ്മുടെ മനുഷ്യൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന മനുഷ്യന് എപ്പോഴും ഈ പറയുന്ന ഫിഷ് കുറച്ച് എലിവേറ്റഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. അങ്ങനെ എലിവേറ്റഡ് എന്നല്ല. ഐ ഗിവ് അനദർ എക്സാമ്പിൾ. നമ്മൾ ചില ആളുകൾ പറയും കുളത്തിൽ പോയപ്പോഴത്തേക്കും അതിൻ്റെ താഴ്ച ഞാൻ കണ്ടില്ല എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ്? അതായത് വളരെ താഴ്ച ഉണ്ടായിരിക്കും, പക്ഷെ ഇത്തിരി എലിവേറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഈ പറയുന്ന റേസ് പോകുന്ന എങ്ങനെയാണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ്. സോ ഇറ്റ് bend towards the normal. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. അങ്ങനെ കുറച്ച് എലിവേറ്റ് ആയിട്ട് തോന്നും. അപ്പം അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്ന വ്യക്തി വിചാരിക്കും
ഈ വെള്ളത്തിൽ കിടക്കുന്ന വ്യക്തി കിടക്കില്ലേ, വ്യക്തിക്കും പറയാം, അല്ലെങ്കിൽ മെയിൻലി നമ്മുടെ ഫിഷസ് വിചാരിക്കും ഇത്രയും വലിയ ഭീമാകാരനായ മനുഷ്യനാണോ എന്ന്, ഇത്രയും വലുതായിട്ട് തോന്നുക. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അടുത്തത് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ്. കർവ്ഡ് സർഫസ് ഫോർമുല n2 by v minus n1 by u is equal to n2 minus n1 divided by r. അപ്പം n2 divided by v minus n1 divided by u is equal to n2 minus n1 divided by r. അപ്പോൾ n2 എഴുതുക, n1 എഴുതുക, അത് തന്നെയാണ് RHSൽ n2 എഴുതുക, n1 എഴുതുക. പിന്നെ താഴെ വി യു, വേറെ ഒന്നുമില്ല, നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു 1/v + 1/u is equal to 1/f. അതുപോലെ തന്നെ താഴെ 1/vയും 1/uവും പിന്നെ 1/rഉമാണ്. r ഒന്നാമത് ചേഞ്ച് r ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/v മൈനസ് 1/u എന്നാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, then n2 minus n1 divided by r. n2 n1 ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പം n2 by v minus n1 by u is equal to n2 minus n1 divided by r എന്ന് പറയുന്നതാണ് തൊട്ട് മുമ്പ് പഠിച്ച റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്. ഇവിടെ നോക്കുക, യു എന്ന് പറയുന്ന യു ആണ്. യു v1 then n1 n2 എല്ലാം കൊടുത്തിട്ടുണ്ട്. n2 ഡിവൈഡഡ് ബൈ v1, അതായത് വിനെ നമുക്ക് v ഡാഷ് എന്ന് പറയാം. ഓക്കെ, ശരിക്കും യു ആണ് ഇനിഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ. യുവിനെ ഞാൻ യു എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്, വിനെ v ഡാഷ് എന്ന്, n1ന് n1 എന്ന്, n2ന് n2 എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി മുകളിൽ കിടക്കുന്ന സ്പെറിക്കൽ സർഫസിൻ്റെ ഫോർമുലയിലോട്ട് ഈ പറഞ്ഞ യുവിന് പകരം യുവും അത് പിന്നെ വിയും എല്ലാം അപ്ലൈ ചെയ്യണം. സോറി. So we'll get the formula as 1/v minus 1/u is equal to n2 minus n1 divided by n1 in ബ്രാക്കറ്റിൽ 1/r1 മൈനസ് 1/r2. നേരത്തെ ആണെങ്കിൽ 1/v മൈനസ് 1/u is equal to 1/f, അല്ല r തന്നെ, r വന്ന് പിന്നെ ന്യൂമറേറ്ററിലാണെങ്കിൽ ഞാൻ പറഞ്ഞ n1 n2വും n2 മൈനസ് n1 ഒക്കെയാണ് വന്നത്. അതിന് n2 n1 n2 മൈനസ് n1. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ n2 n1 കോമൺ ആയിട്ട് എടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ n1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയി. ഇനി ലെൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ 1/v മൈനസ് 1/u is equal to 1/f. പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണോ ഫോക്കൽ ലെങ്ത് അതിൻ്റെ റെസിപ്രോക്കലാണ് പവർ ഓഫ് എ ലെൻസ്. യൂണിറ്റ് ഡയോപ്റ്റർ. m is equal to v/u, അപ്പോൾ p is equal to 1/f. നമുക്കിനി കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ്, രണ്ട് കുഞ്ഞ് ലെൻസുകളായാലോ. സോ 1/f is equal to 1/f1 plus 1/f2 plus 1/f3, പിന്നെ അങ്ങ് പോകും. p is equal to p1 plus p2 plus p3, അങ്ങനെ അത് പൊക്കോണ്ടേയിരിക്കും. m is equal to m1 m2 m3, പിന്നെ അത് പൊക്കോണ്ടിരിക്കും. അങ്ങനെ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്നത് f1 ഇൻറ്റു f2 ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2. ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസിനകത്ത് എന്താണ്, രണ്ട് ലെൻസ്
രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസിലെ കണ്ടീഷനും പാരലലിലെ കണ്ടീഷനിലൊക്കെ രണ്ടെണ്ണം വരുമ്പോൾ. ഇവിടെ നോക്ക്, രണ്ട് ലെൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഫോർമുല മാറുന്നതെന്ന്, F1/F2 എന്നാണ് വരുന്നത്. പിന്നെ പവർ ആണെങ്കിലും മാഗ്നിഫിക്കേഷൻ ആണെങ്കിലും ഫോക്കൽ ലെങ്ത് ആണെങ്കിലും എല്ലാത്തിൻ്റെയും സമ്മാണ് എടുക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്, എത്ര ലെൻസാണ് ഉള്ളത് എന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കും. അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ ഓൾറെഡി. ഇനി പ്രിസം ത്രൂ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഇവിടെ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി പറ്റും. ആദ്യം റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് പോയപ്പോഴത്തേക്കും ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇനി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോയപ്പോൾ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇനി നമ്മൾ ഇൻസിഡൻറ്റ് റേനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. നേരത്തെ നമ്മൾ ഗ്ലാസ് സ്ലാബ് ചെയ്തില്ലേ, അതുപോലെ. ഇനി നമ്മുടെ ഒരു ക്വാഡ്രിലാറ്ററലായിട്ടുള്ള AQNR എടുക്കണം. അവിടെ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ആംഗിൾ ക്യൂവിൻ്റെയും ആംഗിൾ ആറിൻ്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ എന്നും 180 ഡിഗ്രിയാണ്. സോ ട്രയാങ്കിൾ AQNR എന്ന് പറയുന്നത് എത്ര വരണം? ടോട്ടൽ 360 ആണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ക്വാഡ്രിലാറ്ററൽ AQNR എടുക്കണം. അതിനകത്ത് ആംഗിൾ എയും ആംഗിൾ എന്നും കൂടി സം ചെയ്യുമ്പോൾ 180 കിട്ടും. ആംഗിൾ ക്യൂവും ആംഗിൾ ആറും കൂടി സം ചെയ്യുമ്പോൾ വീണ്ടും ഒരു 180 ഡിഗ്രി കിട്ടും. ഇനി ട്രയാങ്കിൾ QNR, താഴത്തെ ഞാൻ പച്ച ഷെയ്ഡ് ചെയ്തിട്ടില്ലേ, അതാണ് ട്രയാങ്കിൾ QNR. അവിടെ R1 + R2 + ആംഗിൾ N = 180 ഡിഗ്രി. ഓക്കെ, അപ്പം R1 + R2 എന്ന് പറയുമ്പോൾ R1 + R2 is ആംഗിൾ A. In triangle QMR അവിടുത്തെ ഫുള്ളായിട്ടുള്ളൊരു ആംഗിള് എന്ന് പറയുന്ന I ആണ്. അപ്പം R1 ഞാൻ ടോട്ടൽ എടുത്തത് കൊണ്ട് I - R1 എന്ന് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിലോ I2 ആണ്. കംപ്ലീറ്റ് ആയിട്ടും പറയുമ്പോൾ I2 വരും. I2 വരുമ്പോൾ I2 - R2 എഴുതണം. അങ്ങനെ ഞാൻ എഴുതി I1 + I2 മൈനസിനെ പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് -R1 + R2. ഈ R1 + R2 എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആംഗിൾ A ആണെന്ന് പറഞ്ഞു. സോ എസ് എന്ന് പറയുന്നത് I1 + I2 മൈനസ് ആംഗിൾ A. ഇനി I1ഉം I2ഉം = S + ആംഗിൾ A. സോ ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം സൈൻ ഓഫ് ആംഗിൾ ഓഫ് A ഈ ഒരു ഫോമിലോട്ട് കൊണ്ടെത്തിക്കണം. ഇത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് A + D/2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് A ഡിവൈഡഡ് ബൈ 2 = N എന്ന്. അടുത്തതാണ് ഗ്രാഫ് ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലുള്ളൊരു കേർവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഒരു റാ തന്നെ തിരിച്ചിട്ടേക്കുന്ന റായാണ്. അതും ഒറിജിനൽ നിന്നല്ല, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ട്. മെയിനായിട്ട് നമുക്കൊരു ആംഗിൾ 45 കൊടുക്കാം. 45-ലല്ല സാധാരണ വരാറുള്ളൂ. 90 ഡിഗ്രിയിലോട്ടൊക്കെ വരുമ്പോഴേക്കും 45 ആണ് സ്റ്റാൻഡേർഡ്. 45 എടുക്കുക. ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പ് നമ്മൾ കാണുന്നത് എവിടെയാണ്? ലാബിലൊക്കെ പോകുമ്പോൾ മൈക്രോസ്കോപ്പ് കാണാൻ വേണ്ടി പറ്റും. ഇനി മാഗ്നിഫിക്കേഷൻ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇമേജ് ഫോംഡ് അറ്റ് ദ നിയർ പോയിന്റ് D. അടുത്തുള്ള പോയിന്റ് ഡിയിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. M = 1 + D/F. The closest comfortable distance for viewing the image is when it is at the near point.
the closest comfortable distance for viewing the image is when it is at the near point. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് 25 സെൻറ്റിമീറ്ററിലാണ് ഒരു പുസ്തകം എടുത്ത് വായിക്കേണ്ടത്. അപ്പം നമ്മൾ എത്ര അടുത്താണോ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, നമ്മൾ അത്ര ക്ലോസസ്റ്റ് കംഫർട്ടബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് വയ്ക്കുമ്പോഴാണ്. പക്ഷെ അത് പേഴ്സണലി നമുക്ക് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പം ഇമേജ് കാണുന്നത് സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇമേജ് എത്രമാത്രം ദൂരെയാണോ അത്രമാത്രം റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ഐയിന് അതിനെ വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എറക്റ്റും മാഗ്നിഫൈഡും വേർച്വലും ആയിരിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നിഫിക്കേഷൻ 9 ഈക്വൽ ആവുകയോ അതിനെക്കാളും കുറയുകയോ ചെയ്യാം. ടു ഗെറ്റ് ഫെർദർ മാഗ്നിഫിക്കേഷൻ വി യൂസ് കോംബോ മൈക്രോസ്കോപ്പ്. അപ്പം മാക്സിമം 9 കാട്ടും അത്രയും 9 നമ്മൾ ഒരു ലെവൽ നമ്പർ പറയത്തില്ല, 9 ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ 9 വരെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. വീണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് കോംബോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റേഷനായിട്ട് പറയാം 9 വരെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതായത് നമുക്ക് കോംബോ മൈക്രോസ്കോപ്പ് എടുക്കാം. ഇതിനകത്ത് കിട്ടുന്ന ഇമേജ് എൻലാർജ്ഡും ഇൻവേർട്ടഡും വേർച്വലും ആയിരിക്കും. അപ്പോൾ അപ്പുറത്ത് പറഞ്ഞത് എറക്റ്റിൻ്റെ കാര്യമാണ്. എറക്റ്റ്, മാഗ്നിഫൈഡ്, വേർച്വൽ. ഇവിടെയും വേർച്വലാണ്, ഇത് എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ ഇമേജ്. അപ്പോൾ ഇമേജ് ഫോം അറ്റ് ദ നിയർ പോയിൻറ്റ് ഡി എന്ന് പറയുന്നത് MS = L/F0 × 1 + D/FE. ഇനി ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ MS = L/F0 × D/FE. അപ്പം ഈ ഒരു എബോ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, to achieve a larger magnification of small object, the objective and eyepiece should have some focal length. Okay. വളരെ ചെറിയൊരു ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ ഒബ്ജക്റ്റീവിനും നമ്മുടെ ഐ പീസിനും കുറച്ച് ഫോക്കൽ ലെങ്ത് വേണം. വളരെ അടുത്തുകൊണ്ട് വെച്ചാൽ നമുക്കത് സ്ട്രെയിൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അടുത്തത് വേർച്വൽ എറക്റ്റും ഇമേജ് കിട്ടുന്ന ആർക്കാണ്? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ. വെൻ ലൈറ്റ് റേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. എപ്പോഴാണ് എവേ ഫ്രം ദ നോർമൽ ആവുന്നത്? വെൻ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ. ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. For a particular angle of incidence, the angle of refraction becomes 90 degree. അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വച്ചപ്പം ബെൻഡ് എവേ ഫ്രം ദ നോർമൽ അല്ല, ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ എന്ന് പറയാം. അപ്പോഴല്ലേ 90 ഡിഗ്രി കിട്ടുന്നത്. പക്ഷെ ശരിക്കും ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ടാണ് പോകുന്നത്. നോർമൽ ആവുന്നെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്.
വരച്ചു നോക്കുക ഇവിടെ തന്നെ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് നോർമൽ. ഇത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഡയറർ മീഡിയത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ബെൻഡ് എവേ ആണ്. ഓക്കെ സാറി, ഇപ്പം എനിക്ക് വളരെ ക്ലിയറായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട് എന്ന്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ട്. റിഫ്രാക്ഷൻ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ ആണെന്ന് പറയുന്നത് കറക്റ്റാണ്, ഡൗട്ട് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ വരേണ്ട ഒബ്ജക്റ്റ് നോക്കുക എന്ത് പറ്റിയെന്ന്. ഇതിന് ഇതാ ഇങ്ങനെ പോയി 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 ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ 90 ഡിഗ്രി ആണോ ഇങ്ങനെ പോയി. ആദ്യം ബെൻഡ് ഒന്നുകൂടെ വെച്ചുതരാം. ആദ്യം ശരിക്കും ഇമേജ് പോകേണ്ടത് ഇങ്ങനെയാണ്, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്ക് 90 ഡിഗ്രി ആയി. ഇങ്ങനെയായി, കാരണം ഇങ്ങനെ ആയി പോയി 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 ഇത്രയായി ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഒന്നുകൂടി വായിക്കുക. വെൻ ലൈറ്റ് റേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, എപ്പോഴാണ് ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് പോകുന്നത്? ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. As the angle of incidence increases, the angle of refraction also increases. For a particular angle, the angle of incidence, the angle of refraction becomes 90 degree, the angle of incidence. It is known as critical angle. അടുത്തതായിട്ട് വരുന്നതാണ് total internal reflection. When the light ray travel from denser medium to rarer medium, if the angle of incidence is greater than the critical angle, if the angle of incidence is greater than the critical angle, it gets totally reflected into the same medium, and the phenomena is called total internal reflection. എപ്പോഴാണോ ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് പോകുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും വലുതാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് ടോട്ടലി റിഫ്ലക്റ്റഡ്. ഓക്കെ, ടോട്ടലി റിഫ്ലക്റ്റഡ് തന്നെയാണ് ചെയ്യുന്നത് ഇൻ ദ സെയിം മീഡിയം. അടുത്ത ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സൈൻ എ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2/n1. അതാണ് നമ്മൾ സ്നെൽസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പം സൈൻ ഐനെ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളായിട്ട് എടുക്കുക, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സി ആയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പോയിട്ട് ശരിക്കും ഇതല്ലേ, വേണമെങ്കിൽ സ്ക്രീനാണെങ്കിൽ ജസ്റ്റ് തിരിച്ചൊന്ന് വെച്ച് നോക്കിക്കോ. ഇതെന്ന് പറയുമ്പം ഒരു 45 ഡിഗ്രി എന്ന് പറയാം. ഇതാണ് 90 ഡിഗ്രി. അതുപോലെ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് 90 ഡിഗ്രി ആയി. ഇപ്പോൾ സൈൻ സി ബൈ സൈൻ 90. ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ് നോക്കേണ്ടത്. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ഇൻസിഡൻറ്റ് റേനേക്കാളും വലുതാണോ ചെറുതാണോ ഒന്നും നോക്കണ്ട. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2/n1. അതാണ് സ്നെൽസ് ലോ. എന്നിട്ട് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്തിൽ എഴുതണമെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഐ എന്ന് പറയുന്നത് സി ആണ്, സൈൻ സി ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയുന്നത് സൈൻ 90 ആണ്, ഇസ് ഈക്വൽ ടു 1/n. അപ്പം സൈൻ സി ഇസ് ഈക്വൽ ടു 1/n. എൻ എന്ന് പറയുന്നത് 1/sin c.
അപ്പോൾ സീനെ നമുക്ക് സി ആണ് എനിക്ക് വേണ്ടുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ് വേണ്ടുന്നത് കൊണ്ട് സി ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/n. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് എനിക്ക് നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഒരു ഹോട്ടായിട്ടുള്ള സണ്ണി ഡേയിൽ ദ ലെയർ ഓഫ് എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ സാൻഡ് ഇൻ എ ഡെസേർട്ട് ബിക്കംസ് ഹോട്ട് ആൻഡ് റെയറർ. The upper layer are comparatively cooler and denser. Therefore, the ray of light coming down from a distant object like a tree is traveling from a denser medium to rarer medium, and it suffers total internal reflection. Thus, for an observer, the image of a distant object is being inverted. This makes the illusion that the tree is standing near the pool of water. This phenomena is called mirage. അപ്പം വളരെ ചൂടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ താഴത്തെ ഒരു ലെയർ എന്ന് പറയുന്നത് വളരെ ചൂടേറിയ ഒരു ലെയറാണ്. മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വളരെ ചൂട് ഇല്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ചൂടില്ല, പ്രത്യേകിച്ച് പിന്നെ ഡെൻസറുമാണ്. അപ്പം ലൈറ്റ് റെയിന് വരേണ്ടത് ഈ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ടാണ്. അപ്പോൾ അവർ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാവും. അങ്ങനെ ഒബ്സർവറിന് ദൂരെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ ഇൻവേർട്ടായിട്ട് തോന്നിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന ട്രീനെ കണ്ടിട്ട് പൂൾ ഓഫ് വാട്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ദാറ്റ്സ് ആൻ ഇല്യൂഷൻ. അടുത്താണ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സിനകത്ത് ഒരുപാട് അകത്തോട്ട് പോകാനുള്ള വഴികളുണ്ടെങ്കിലും വളരെ ചുരുക്കം വഴികൾ മാത്രമേ പുറത്തോട്ടുള്ളൂ. സോ ഈവൻ മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകും. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ട് is very high and the critical angle is very low. Moreover, the face of diamond are cut in such a way that the entering the diamond, it undergoes multiple internal reflection inside it and finally comes out only through few phases, and this phase appears glittering. വളരെ ചുരുക്കം വഴികളിലൂടെ മാത്രമേ ഇത് പുറത്തോട്ട് വരികയുള്ളൂ.
Optical fibers. The core of optical fiber is made up of glass or quartz, that is the refractive indices is 1.7. There is a thin layer of outer covering called a cladding, and the cladding is made up of a material of lower refractive index 1.5. So I just wanted you to know that the core of an optical fiber is ഒന്നുമില്ല, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസോ കോർച്ചോ കൊണ്ടാണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് 1.7. പിന്നെ അതിൻ്റെ തന്നെ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഔട്ടർ കവറിങ് ഒരു തിൻ ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ക്ലാഡിങ്. ഓക്കെ, ആ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് 1.5 ആണ്. എപ്പോഴാണോ ഒരു റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഫൈബർ അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ കൂടെ ലൈറ്റ് റേസ് വരും. അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ടോട്ട് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് സംഭവിക്കും. എന്നിട്ട് മറ്റൊരു എൻഡിലൂടെ അത് തിരിച്ചു വരും. അതർ എൻഡ് തിരിച്ചു വരുമല്ല, വേറെ വഴി കൂടെ പോകും. അടുത്തയാണ്, നിങ്ങൾക്കറിയാം, നമുക്ക് റെയിൻബോ എന്ന് പറയുന്ന വലിയൊരു ഫിനോമിന. ആ ഫിനോമിനയ്ക്കകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പേർഷൻ. ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻറ്റു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. ഇപ്പം ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള കളർ, അതായത് വെള്ള കളറിനെ പല കളറിലോട്ട് സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ സിംപ്ലി പറയാം, ഒരു വെള്ള കളർ ഉണ്ടാക്കിയിരിക്കുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഈ കളർ കൊണ്ടാണ് നമ്മുടെ വൈറ്റ് എന്ന് പറയുന്ന കളർ ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴാണ് ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്നത്, അത് ഇത്രയും കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദ ഡിസ്പേർഷൻ ടേക്സ് പ്ലേസ് ബിക്കോസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓരോ മീഡിയത്തിലും ഓരോന്നാണ്. അപ്പം ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് കുറയും. ഇപ്പം വയലറ്റ് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും മുകളിൽ പോകുന്നത് റെഡും താഴെ കൂടെ പോകുന്നത് വയലറ്റുമാണ്. അപ്പോൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡീവിയേഷൻ കൂടുതൽ സംഭവിക്കുന്നത് ഏതിനായിരിക്കും? റെഡ് ചെറുതായിട്ടൊന്ന് പോകുന്നതേ ഉള്ളൂ. ടുവേർഡ്സ് ദ നോർമൽ ഏറ്റവും കൂടുതൽ നോർമൽ അല്ല, എവേ ഫ്രം ദ നോർമൽ ഏറ്റവും പോകുന്നത് വയലറ്റിന് തന്നെയാണ്. അടുത്തതാണ് റെയിൻബോ എന്ന് പറയുന്ന ഫിനോമിനയ്ക്കകത്ത് നമ്മുടെ ഡിസ്പോർഷൻ വരും, റിഫ്രാക്ഷൻ വരും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും വരുന്നതാണ്. ഇനി ഒരു റെയിൻബോ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞിപ്പം തന്നെ റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ റെയിൻ ഡ്രോപ്സ്. ഇപ്പം ഒരാൾക്ക്, എനിക്ക് റെയിൻബോ കാണണമെങ്കിൽ ഒരേ സന്ദർഭത്തിൽ മഴയും പെയ്യണം, കൂടാതെ തന്നെ വെയിലും ഉണ്ടായിരിക്കണം. ഈ രണ്ടും, അപ്പം ഞാൻ എന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നു, എൻ്റെ പുറകിലായിരിക്കണം സൺലൈറ്റ് വരേണ്ടത്, ഫ്രണ്ടിൽ റെയിനും വരണം. ആ ഒരു സന്ദർഭത്തിൽ ഐ കുഡ് സീ ദ റെയിൻബോ. സോ ദ റെയിൻബോ എന്ന് പറയുന്നത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. പ്രൈമറിക്കകത്ത് വരുന്നത് 3 സ്റ്റെപ്പാണ്: റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരുന്നു, പിന്നെ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, പിന്നെ റിഫ്രാക്ഷൻ. ഇനി ഒരു സെക്കൻഡറി റെയിൻബോ ആണെങ്കിൽ 4 സ്റ്റെപ്പുള്ള പ്രോസസ്സാണത്. ഒന്നാമത്തേനകത്ത് റിഫ്രാക്ഷൻ, പിന്നെ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെയും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെയാണ് റിഫ്രാക്ഷൻ വരുന്നത്. ആ ഒരു ഫിഗർ നോക്കിയ ഒരു അകത്തൊരു 3 സൈഡുള്ള ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ട് സ്ട്രക്ചർ പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമുക്ക് മറ്റേത് മുകളിൽ നിന്ന് വരുന്നത്, ഇതിപ്പോൾ മുകളിൽ നിന്ന് വരുന്നത് നടുക്കുന്ന്, ശ്രദ്ധയോടെ നോക്കണം. അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആസ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് എയർ മോളിക്യൂൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് സ്കാറ്ററിംഗ്.
irregular and partial reflection of light as at the dust particles and air molecule in the atmosphere is called as scattering. അടുത്തായിട്ട് പറയാൻ പോകുന്നത് റേ ലിങ്സ് സ്കാറ്ററിംഗ് ലോ. അതായത് നമ്മുടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ഇത് വേവ് ലെങ്തിൻ്റെ 4th പവറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇനി ബ്ലൂ കളർ ഓഫ് ലൈറ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആകാശത്തിൽ ബ്ലൂ കളർ വരുന്നത്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സി.വി. രാമൻ എന്തോ ആകാശം നീല കളറാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ അതൊന്നും പഠിക്കേണ്ട. ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു സൺലൈറ്റ് comes through the atmosphere, it undergoes scattering of the dust particles and air molecule. അപ്പം എപ്പോഴാണോ ഒരു സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ എയർ മോളിക്യൂൾസിനെ സ്കാറ്ററിങ് സംഭവിക്കുന്നത്, അവിടെ ഒരു ലോ വേവ് ലെങ്ത് റീജിയന് കൂടുതൽ സ്കാറ്റേർഡ് ആവും. അപ്പം ആദ്യം പറയണം, സ്കാറ്ററിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. സ്കാറ്ററിങ് സംഭവിക്കുന്നത് എയർ മോളിക്യൂൾസിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയുമാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഡീവിയേഷൻ കൂടുതൽ സംഭവിക്കുന്ന വയലറ്റ് കളറിലാണെന്ന്. അതുപോലെ തന്നെയാണ് ഏറ്റവും ലോ വേവ് ലെങ്ത് റീജിയനായ ബ്ലൂ റീജിയനെയാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഐസിന് വയലറ്റിനെക്കാട്ടും ബ്ലൂവിനെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള ഡീവിയേഷൻ ഏറ്റവും സംഭവിക്കുന്നത് വയലറ്റിനാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വേവ് ലെങ്ത് റീജിയൻ, ലോ വേവ് ലെങ്ത് റീജിയനായ ബ്ലൂ ആണ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് സെൻസിറ്റീവ് ടു വയലറ്റ് ആണ്. വയലറ്റ് അല്ല, ബ്ലൂ കളറാണ് ദാൻ വയലറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ആകാശം നീല കളറിൽ കാണുന്നത്. അടുത്തതാണ് ദ റെഡ് കളർ ഓഫ് ദ സൺ അറ്റ് സൺസെറ്റും സൺറൈസും. ഇനി more distance through the atmosphere, thus most part of low wavelength region is scattered away, and the least scattered region, longer wavelength region, reaches our eyes. Therefore the sun appears red. Most part of the low wavelength region is scattered away. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്ലൂ ലൈറ്റ് സ്കാറ്റേർഡ് അവേ ആണെന്ന്. ലീസ്റ്റ് ആയിട്ടുള്ള സ്കാറ്റേർഡ് ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ നമ്മുടെ reaches our eyes. White color of the cloud. എന്തിനാണ് നമ്മുടെ ഈ പറഞ്ഞ ക്ലൗഡ്സിന് വെള്ള കളറിൽ? ലാർജ് സ്കാറ്ററിംഗ് ഒബ്ജെക്ട്, ഫോർ എക്സാമ്പിൾ റെയിൻ ഡ്രോപ്സ്, ലാർജ് ഡസ്റ്റ് ഓർ ഐസ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. എല്ലാ വേവ് ലെങ്തും ഈക്വൽ ആയിട്ടായിരിക്കും സ്കാറ്റേർഡ് ചെയ്യുന്നത്. ക്ലൗഡ്സിന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് ലാംഡയെക്കാട്ടും വലുതാണ്. എ സൈസ് ഓഫ് ദ മോളിക്യൂൾ ആർ ജനറലി വൈറ്റ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആദ്യം പഠിക്കാനുള്ളതാണ് കണ്ണ്, ഐസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിഫക്റ്റ് ഓഫ് ഐസ്. പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ ഇൻക്രീസസ് വിത്ത് ഏജ്. കാരണം സീലിയറി മസിൽസിൻ്റെ എഫിഷ്യൻസി കുറയും, ലെൻസിനെ ഫ്ലെക്സിബിളായിട്ട് വെക്കാനുള്ള പവറും കുറയും. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ദൂരത്തിൽ വെച്ച് ആ വയസ്സായ ആളുകൾ പത്രവും ബാക്കിയുള്ള പുസ്തകങ്ങളും വായിക്കുന്നത്. ഈ കിട്ടിയ ഇമേജ് വളരെ ബ്ലേർഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു കേസിനെയാണ് നമ്മൾ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. വളരെ ദൂരത്തിരിക്കുന്ന ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷൻ. ദൂരെ ഡിസ്റ്റിങ്വിഷൻ. നെക്സ്റ്റ് കേസാണ് മയോപ്പിയ ഓർ ദ ഷോർട്ട് സൈറ്റ്. ദ ലൈറ്റ് ഫ്രം എ ഡിസ്റ്റന്റ് ഒബ്ജെക്ട് അറൈവിംഗ് അറ്റ് ദ ഐലൻഡ്സ് മേ ബി കൺവേർജ്ഡ് അറ്റ് എ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. അപ്പോൾ റെറ്റിനയുടെ തൊട്ട് ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും ഇത് കൺവേർജ് ചെയ്യും. ഈ ഒരു കേസിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ്.
ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ വളരെ അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി പറ്റും, ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി പറ്റില്ല എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്സാമ്പിള്, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയായിരിക്കും, ബസ്സിൻ്റെ ബോർഡ് ക്ലിയറായി കാണാൻ വേണ്ടി പറ്റാറില്ല. അപ്പം അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഓർ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും. ഇതിനെ ഒരു കോൺകേവ് ലെൻസ് കൊണ്ട് പരിഹരിക്കാം. മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് മയോപ്പിയ. ഇനി അടുത്താണ് ഹൈപ്പർമെട്രോപ്പിയ. ഈ വ്യക്തിക്ക് ബോർഡെല്ലാം അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും, പക്ഷേ ഒരു ന്യൂസ് പേപ്പർ വായിക്കും, ഒരു പത്രം വായിക്കും, അതിനകത്തുള്ള അക്ഷരങ്ങൾ കൃത്യതയോടെ ഉച്ചാരണം അല്ല കാണാൻ കഴിയില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഫാസ്റ്റ് സൈറ്റഡ്നെസ് ഓർ ഹൈപ്പർമെട്രോപ്പിയ എന്നാണ്. ഇതിനെ ഒരു കോൺവെക്സ് ലെൻസ് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് വയസ്സായ ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തായിട്ട് കാണുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. ഇത് കോർണിയ സ്പെറിക്കൽ ഇൻ ഷേപ്പിലായിരിക്കില്ല. സാരമില്ല, ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് യൂസിങ് എ സിലിണ്ടറിക്കൽ ലെൻസ്. അടുത്തയാണ് ടെലസ്കോപ്പ്. ദ നേച്ചർ ഓഫ് ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡും ഇൻവേർട്ടഡും വേർച്വലും ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ്. മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത് F0/FE. നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, for the above equation show that to have greater magnification for the telescope, നന്നായിട്ട് മാഗ്നിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ the focal length of the objective should be larger and that of the eyepiece should be small. Okay, eyepiece സ്മോളും നമ്മുടെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്, ഇത് ഫോക്കൽ ലെങ്ത് വലുതാവണം, പ്ലസ് നമ്മുടെ ലെൻസ് ചെറുതാവണം. ഈ ഒരു കേസിൽ നമുക്ക് വലിയ മാഗ്നിഫിക്കേഷൻ കിട്ടും. ഇനി ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് ഇസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ലെൻസും ആൻഡ് ഐ പീസ്. ലെങ്ത് ഓഫ് എ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐ പീസിൻ്റെയും ഇടയ്ക്കുള്ള സെപ്പറേഷനെയാണ്. അപ്പം L = F0 + FE എന്ന് പറയുന്ന ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ആയ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇത് യെസ് ഓഫ് കോഴ്സ് വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ റേ ഓപ്റ്റിക്സ് പഠിച്ച പോലെ തന്നെ വലിയൊരു ടോപ്പിക്കാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് an electric current whose magnitude changes with time and the direction reverses periodically. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ടൈം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കലി ഈസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പം എന്താണ് പറഞ്ഞത്, ടൈം കൂടുമ്പോഴേക്കും ഇലക്ട്രിക് കറണ്ട് ചേഞ്ച് ആവും. അപ്പം ഇങ്ങനെ പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളിപ്പം ഇനി പഠിക്കാൻ പോകുന്ന റെസിസ്റ്റർ ആയാലും ഇൻഡക്ടർ ആയാലും കപ്പാസിറ്റൻസ് ആയാലും എല്ലാത്തിനും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് V = V0 sin ωt. V എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇക്വേഷൻ ചോദിച്ചാൽ അതിൻ്റെ എന്താണെന്ന് എഴുതണം. V എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, വോൾട്ടേജ് ആണല്ലോ പറയുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. V0 എന്ന് പറയുന്നത് ദ പീക്ക് വാല്യൂ or the maximum value of the alternating current, and omega is the angular frequency. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ നമ്മുടെ ഇൻഡക്ടറിൻ്റെ കേസിലും കപ്പാസിറ്റേഴ്സിൻ്റെ കേസിലും മറ്റൊന്നാണ്.
പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്ന റെസിസ്റ്റർ ആവുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അവിടെ ഐ എന്ന് പറയുന്നത് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് alternating current, and I എന്ന് പറയുന്നത് the instantaneous value of alternating current, and I0 is the peak value or the maximum value of alternating current. മൂന്നാമതായിട്ട് വരുന്നതാണ് ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി VRMS ഉണ്ട്, IRMS ഉണ്ട്. IRMSനകത്ത് ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് I ഡിവൈഡഡ് ബൈ √2 ആണെങ്കിൽ VRMSൽ ഉപയോഗിക്കുന്ന ഫോർമുല V ഡിവൈഡഡ് ബൈ √2. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് IRMS ആണെങ്കിൽ 0.707 I0യും VRMS ആണെങ്കിൽ 0.707 V0യും. Question ചോദിക്കാൻ, an alternating current is given by the relation I is equal to 141.4 sin 314 t. Find the peak value of current. അപ്പോൾ നോക്കണം, I ആണ് തന്നേക്കുന്നത്. കളറാണ്. സോ നമുക്കിപ്പം തന്നേക്കുന്നത് I ആണ്. അപ്പം I is equal to I0 സൈൻ ഒമേഗ ടി പോലെ തോന്നുന്നില്ലേ? യെസ്, തോന്നുന്നു. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അപ്പോൾ ഐൻ്റെ വാല്യൂ നമ്മൾ ഒരു മടിയും ഇല്ലാതെ കൊടുക്കണം. I0 ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ 141.4 ആണ്. ഇനി ദ വാല്യൂ ഓഫ് DC കറണ്ട് വെൻ പ്രൊഡ്യൂസസ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദ റെസിസ്റ്റർ. The value of DC current when produce some amount of heat in the resistor. അത് IRMS ആണ്. IRMS എന്ന് പറയുന്നത് I ഡിവൈഡഡ് ബൈ √2. അപ്പം 0.707 എന്ന് പറയാം. ഇനി ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയുമ്പം എന്താണ്? F is equal to, പിന്നെ ഇവിടെ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ടൈം പീരീഡും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ദെൻ മറ്റൊരു കാര്യം, ഇങ്ങനെ എഴുതേണ്ട ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് I0 ഇതിൽ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ്. അപ്പം I0 എന്തെന്ന് കിട്ടിയല്ലോ, 141.4. IRMS എന്ന് പറയുന്നത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. I0 ബൈ √2. അപ്പോൾ I0 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിവൈഡ് ബൈ √2. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് ഒമേഗ എന്ന് പറയുന്നത് 2πf. അപ്പോൾ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ബൈ 2π. ഒമേഗ എന്ന് പറയുന്നത് 314. അപ്പം divided by 2 into 3.14. So the frequency would be yes 50 Hertz. ടൈം പീരീഡ് വേറെ ഒന്നുമില്ല, 1 ഫ്രീക്വൻസി ആണ്. 1/50 is equal to 0.02 seconds. അടുത്തത് the AC voltage applied to a resistor. AC വോൾട്ടേജ് ആണെങ്കിലും AC വോൾട്ടേജ് റെസിസ്റ്റർ ആണെങ്കിൽ V is equal to V0 sin omega t. ഓക്കെ, ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR and I is equal to V by R. വിനെ നമുക്ക് എങ്ങനെ എഴുതാം? V0 sin omega t ഡിവൈഡഡ് ബൈ R. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് V0 sin omega t by R. V0 by Rനെ നമുക്ക് I0 എന്ന് എടുക്കാം. സോ ദ ഫോർമുല ഈസ് I is equal to I0 sin omega t. So this is what you have to know. From the equation 1 and 2, it is clear that the circuit voltage and current are in the same phase, in a purely resistive circuit.
This means that both voltage and currents attain their zero positive peak and negative peak at the same time instant. Next we have to learn about the inductor. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് റെസിസ്റ്റർ. അടുത്ത കേസാണ് ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ കേസിനകത്ത് V is equal to V0 sin omega t. അതൊരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരു പോയിന്റാണ് V is equal to L into di by dt. V is equal to I into di by dt. ഇവിടെ നിന്ന് എനിക്ക് വേണ്ടുന്നത് ഐനെയാണ്. അപ്പം ഡി ഐനെ എടുക്കണമെങ്കിൽ V into dt ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടണം. ഞാൻ അങ്ങനെ ചെയ്തല്ലോ. യെസ്, വിനെ എനിക്ക് മാറ്റി ഞാൻ V0 sin omega t എന്ന് എഴുതി. ഇപ്പം കിടക്കുന്ന ചെറിയ കറണ്ടാണ്. എനിക്ക് ശരിക്കും വേണ്ടത് വലിയൊരു കറണ്ടാണ്. വലിയ കറണ്ടിനെ കിട്ടണമെങ്കിൽ ഐ ഷുഡ് ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഇൻറ്റഗ്രേഷന് വിധേയമാക്കണം. സോ integral di is equal to integral of f0 by L into sin omega t into dt. V0 by L നെ പുറത്തോട്ട് എടുക്കുമ്പോഴേക്കും V0 by L integral of sin omega t into dt. sin omega t എങ്ങനെ എഴുതാം? മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടീന് അങ്ങനെയാണ് എടുക്കേണ്ടത്, മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. V0 by L എന്തുകൊണ്ട് പുറത്തോട്ട് എടുത്തു? ബിക്കോസ് ദേ ആർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഇനി ഒമേഗയെ എല്ലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴേക്കും I is equal to V0 by L ഒമേഗ എന്ന് കിട്ടും. L ഒമേഗ എന്ന് പറയുന്നതാണ് XL എന്ന് പറയുന്നത് എന്താണ്? XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XL is equal to L omega. The effective opposition offered by the resistor to the flow of alternating current is called inductive reactance. I is equal to V0 by L omega into minus cos omega t, so that minus cos omega t is equal to minus cos omega t can be written as sin omega t minus pi by 2, so that I is equal to V0 by L omega into sin omega t minus pi by 2, and I0 is equal to V0 by L omega. Here I is equal to I0 sin omega t minus pi by 2. It means that it lag by a voltage of pi by the current lag voltage by an angle of pi by 2 in a purely inductive circuit. ഒന്നുമില്ലടേ, വിനെക്കാട്ടും ബി ആണ് വലുത്. കറണ്ട് ആണെങ്കിൽ 90 ഡിഗ്രി ചെറുതാണെന്ന്. ദിസ് ഈസ് എ ഫിഗർ. അപ്പം ഇങ്ങനത്തെ ഒരു ഫിഗർ വരുമ്പോൾ ആദ്യം എപ്പോഴും സീറോയിൽ നിന്ന് തന്നെയാണ് ഇത് തുടങ്ങേണ്ടത്. ഇതാണെങ്കിൽ 90 ഡിഗ്രി താഴെയാണ് വരയ്ക്കേണ്ടത്. ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ കൊള്ളാല്ലേ. അടുത്തായിട്ട് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം പറഞ്ഞില്ലല്ലോ. ഗ്രാഫ് പറഞ്ഞു, ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. സൈൻ ഒമേഗ ടി ആംഗിളായിട്ട് ഒമേഗ ടി കൊടുത്താൽ ഗ്രേറ്റ്. അപ്പോൾ ഇൻഡക്റ്റീവ്. അടുത്തയാണ് AC വോൾട്ടേജ് അപ്ലൈ ടു എ കപ്പാസിറ്റർ. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, റെസിസ്റ്റർ പറഞ്ഞു, ഇൻഡക്ടർ പറഞ്ഞു. നെക്സ്റ്റ് കേസാണ് കപ്പാസിറ്റർ. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് AC. V എന്ന് പറയുന്നത് V0 sin omega t, Q is equal to CV. അപ്പോൾ V is equal to V0 sin omega t, Q എന്ന് പറയുന്നത് CVക്ക് ഈക്വലാണ്. V എന്താണെന്ന് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, V0 sin omega t. നമ്മളെ റെസിസ്റ്റർ പഠിച്ചപ്പോൾ
വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന ഫോമുലയാണ് ഉപയോഗിച്ചത്. ഇൻഡക്ടർ പഠിക്കുമ്പോൾ ഉപയോഗിച്ചത് ഡി ഐ ബൈ ഡി ടി ഇൻറ്റു എൽ എന്ന് പറഞ്ഞു പഠിച്ചു. ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു സി വി. വിക്ക് വാല്യൂ എടുക്കുക. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുമ്പോഴേക്കും സി വി സീറോ ഇൻറ്റു ഡി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി ഓൺ ദെൻ ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഐ. ഐനെയാണ് ഡി ക്യൂ ബൈ ഡി ടി. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി ഐ കുഡ് റൈറ്റ് എസ് ഐ ആൻഡ് സി വി സീറോ. പിന്നെ സൈൻ ഒമേഗ ടീന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എനിക്ക് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. ഇത് ഈ ചാർജിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പം തന്നെ ഒന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡിസ്റ്റൻസിന് ഞാൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടുമെന്ന പോലെ ഇവിടെ ഡി ക്യൂ ബൈ ഡി ടി ചെയ്തപ്പോൾ എനിക്ക് ഐ എന്ന വാല്യൂ ആണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ, അത്ര മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഭാരിച്ച കാര്യങ്ങളൊന്നുമില്ല. സൈൻ ഒമേഗ ടി റിട്ടേൺ ആസ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഒമേഗയെ കൊണ്ട് സി വി സീറോ ഒമേഗയുടെ അടുത്തുകൊണ്ട് ഇടുമ്പോഴേക്കും നമുക്ക് കോസ് ഒമേഗ ടി എന്ന് മാത്രം കിട്ടും. ഈ സി വി സീറോ എന്ന് പറയുന്നത് സി വി സീറോ ഒമേഗ അതെന്ന് പറയുന്നത് ഐ ആണ്, ഐ സീറോ ആണ്. കാരണം എന്തെന്നറിയാമോ? ഐ ഈസ് ഈക്വൽ ടു ഇതാരാണ്? ക്യൂ. ഐ ക്വിറ്റ് ക്യൂ ബൈ ടി ആണ് വരുന്നത്. So I is equal to I0 cos omega t. Cos omega t can be written as sin omega t plus pi by 2. നേരത്തെ ഞാൻ ചെയ്തത് മൈനസ് പൈ ബൈ 2 എടുത്തതിൻ്റെ കാരണം മൈനസ് കോസ് ഒമേഗ ടി എന്നാണ് കിടന്നത്. പക്ഷെ ഇവിടെ കോസ് ഒമേഗ ടി മാത്രം ഉള്ളത് കൊണ്ട് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. അപ്പം വി ഇസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് പൈ ബൈ 2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് എൽ എന്ന് പറയുന്നതാണ് എൽ ഒമേഗ. അപ്പോൾ എക്സ് സി എന്ന് പറയുന്നത് 1/c ഒമേഗ. ഒമേഗയെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സി ഇൻറ്റു 2πf. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. 1/2πf ആണ് 1 ഒമേഗയുടെ വാല്യൂ. അപ്പം ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഓപ്പോസിറ്റായിട്ട് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഒരു ഫ്ലോയിനെയാണ് കപ്പാസിറ്റർ. ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെസിസ്റ്റർ പഠിച്ചു, ഇൻഡക്ടർ പഠിച്ചു, കപ്പാസിറ്റർ പഠിച്ചു. അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടെ ഒരു വി ഉണ്ട്, പിന്നെ റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. സിൻസ് ദ കറണ്ട് എലമെൻറ്റ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഇതൊരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. AC കറണ്ട് ഇൻ ഈച്ച് എലമെൻറ്റ് ഈസ് സെയിം അറ്റ് എനി പോയിൻറ്റ് ഹാവിങ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഇപ്പം AC കറണ്ട് ഇൻ ഈച്ച് എലമെൻറ്റ്, ഓരോ എലമെൻറ്റിൻ്റെയും ഏത് ടൈം എടുത്താലും ഒരേ ആംപ്ലിറ്റ്യൂഡും ഫേസുമായിരിക്കും കിട്ടുന്നത്. സോ ഓൾട്ടർനേറ്റിംഗ് വാല്യൂ, ഇപ്പം ഇവിടെ സീനൊന്നുമില്ല, 3 പേര് സീരീസാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് കറണ്ട് സെയിം ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദെൻ ആംപ്ലിറ്റ്യൂഡും ഫേസും സെയിം ആണ്. ഇനി ഫേസർ ഡയഗ്രാം സൊല്യൂഷൻ. ദ ഓൾട്ടർനേറ്റിംഗ് വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിൻ്റെത് V is equal to V0 sin omega t, I is equal to I0 sin omega t plus 5.
The voltage across the resistor is in phase with the current. The peak value of voltage across the resistor is V is equal to IR ൽ നിന്ന് the voltage across the resistor. അപ്പം R എടുക്കണം. V R0 എന്നെടുത്ത്, കാരണം വെറും റെസിസ്റ്റർ അല്ല, R0 എന്നെടുത്ത് ഈസ് ഇൻ ദ ഫേസ് വിത്ത് ദ കറണ്ട്. അപ്പം കറണ്ടിൻ്റെയും റെസിസ്റ്ററിൻ്റെയും ഒരേ ഫേസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് I0യും R0യും എടുത്തത്. ഓക്കെ, ഇനി ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്റ്റർ ലീഡ്സ് ദ കറണ്ട് ബൈ π/2. വോൾട്ടേജ് across the inductor lead the current π/2. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് -π/2 വരും എന്നല്ലേ? അത് തന്നെ വോൾട്ടേജ്. നേരത്തെ ഞാൻ പറഞ്ഞ് ഇൻഡക്ടറിൻ്റെ കേസിൽ വോൾട്ടേജാണ് അവൻ വലുത്, അപ്പം കറണ്ടിന് കാരണം π/2 അവനാണ് വലുത്. പക്ഷെ അപ്പുറത്തെ കേസ് വരുമ്പോൾ തിരിഞ്ഞു വരും. ഇനി ഈ പടം നോക്കുക, ഇവിടെ VL ചെറുതും VC വലുതുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ IM VR ഒരേ ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഗിൾ ω/t +φ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്തിനെ എടുക്കണം? പൈതഗോറസ് തിയറം, അതായത് V² = അതായത് ഇനിഷ്യലല്ലല്ലോ, നമ്മുടെ ഹൈപ്പോട്ടിനസ് സ്ക്വയറാണ് V0 = ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് VR0 പ്ലസ് ബേസ് എന്ന് പറയുമ്പം VC0 - VL0. അങ്ങനെ സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും VR0ന് നമുക്ക് I0R എന്ന് എഴുതാം, VC0ന് IXC, VL0ന് I0XL. അപ്പോൾ ഈ V എഴുതുന്നതിന് പകരം IRൻ്റെ ബേസിസിൽ എഴുതണം. എന്നിട്ട് Vനെയും E0നെയും എനിക്ക് കാരണം എന്താ അറിയാം, ഞാൻ ഈ Rൻ്റെ ഫോമിലൊക്കെ എഴുതണമെന്ന് പറഞ്ഞത് കാരണം എനിക്ക് R ആണ് വേണ്ടുന്നത്. പക്ഷെ ഇവിടെ കിടക്കുന്ന Vയുടെ ഫോമിലാണ്. അതാണ് ഞാൻ പറഞ്ഞത് Z = √R² + XL - XC². അതേപോലെ VC0 എന്നാണ് കിടക്കുന്നത്. എനിക്ക് XC0യുടെ ഫോമിലാണ് വേണ്ടുന്നത്. XC ഫോമിലാണ്, XC. സോ Z = √R² + XC - XL². Impedance is the effective opposition offered to the current in a series LCR circuit. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഇനി ഫേസ് ആംഗിൾ φ is given by tan φ = XC - XL / R. φ എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ XC - XL / R. അപ്പോൾ ഫേസ് ആംഗിൾ φ is given by tan φ = XC - XL / R and φ = tan inverse XC - XL / R. സോ അടുത്തായിട്ട് പഠിക്കേണ്ടതാണ് ഫേസ് ആംഗിൾ φ is given by tan φ എന്ന് പറയുന്നത് XC - XL / R ആണ്. അപ്പം നമുക്കിവിടെ വേണ്ടുന്നത് ഫേസ് ആംഗിളാണ്. അതായത് തീറ്റ എന്ന് പറയുന്നത് ഒരു ആംഗിൾ പോലെ തന്നെ φ എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്. അപ്പോൾ ആംഗിൾ മാത്രമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മുകളിൽ കിടക്കുന്ന ടാൻ ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴേക്കും ടാൻ ഇൻവേഴ്സ് എന്ന് കിട്ടും.
ടാൻ ഇൻവേഴ്സ് എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന ഫോമുലയാണ് മനസ്സിലോട്ട് വരേണ്ടത്. ഇനി ഒരു സീരീസിൻ്റെ പവർ എന്ന് പറയുന്നത്, പവർ എന്താണ്? പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എൽ സി ആർ സർക്യൂട്ട് ആയതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു പവർ എന്ന് പറയുന്നത് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 5 വേണം കേട്ടോ. പിന്നെ പാർഷ്യലി റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ 5 എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അതായത് കുറച്ച് റെസിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഇടയിലുള്ള ആംഗിൾ ഇല്ല എന്ന് പറയുമ്പോൾ 0 ആണ് ഇവിടെ. അപ്പോൾ കോസ് 0യുടെ വാല്യൂ 0 ആണ്. കോസ് 0 അല്ല 1 ആണ്. അപ്പം പി ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്ന വാല്യൂയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇനി പാർഷ്യലി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണെങ്കിൽ, ഇൻഡക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവിടെ 90 ഡിഗ്രി അല്ലേ വരുന്നത് ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത് അവിടെ. അപ്പം കോസ് 90യുടെ വാല്യൂ 0 ആണ്. അപ്പം പവർ എന്താണ്? 0 ആണ്. ഇനി പാർഷ്യലി കപ്പാസിറ്റൻസ് ആണെങ്കിലും, ഇൻഡക്ടർ പറഞ്ഞാൽ കപ്പാസിറ്ററിനും അവിടെ ഡിഫറൻസ്, ഫേസ് ആംഗിളിൻ്റെ ഡിഫറൻസ് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പവർ 0 ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അടുത്തത് പവർ ഫാക്ടർ. ദ ആവറേജ് പവർ dissipated in an LCR circuit is given by P is equal to VRMS into IRMS into cos 5. അതല്ല ഇപ്പം പറഞ്ഞത് പി എന്ന് പറയുന്നത് വി ഐ കോസ് തീറ്റ എന്നാണ്. വിനെ നമുക്ക് വി ആർ എം എസ് എന്ന് എടുക്കാം, ഐനെ ഐ ആർ എം എസ് എന്ന് എടുക്കാം. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ അല്ലെങ്കിൽ 5 എന്ന് എടുക്കാം, കോസ് 5. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് ദ പ്രോഡക്റ്റ് ഓഫ് വെർച്വൽ വോൾട്ടേജും വെർച്വൽ കറണ്ടും. ഇതിന് തരുന്നതാണ് അപ്പാരൻറ്റ് പവർ. ആവറേജ് പവർ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് പവർ ഇൻറ്റു പവർ ഫാക്ടർ. അതായത് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് 5 ആണ്. ട്രൂ പവർ എന്ന് പറയുമ്പോൾ എന്താണോ അപ്പാരൻറ്റ് പവർ അതിന് പവർഫുൾ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ, അതായത് പി ഡിവൈഡഡ് ബൈ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. കോസ് 5 ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്ന ഫോമുലയിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അടുത്തയാണ് ഫ്രം ദ ഇമ്പിഡൻസ് ഓഫ് എസ് ട്രയാങ്കിൾ. കോസ് 5 എന്ന് പറയുന്നത് ആർ ബൈ ഇസഡ് ആണ്. അപ്പോൾ കോസ് 5നെ ആർ ഡിവൈഡഡ് ബൈ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതൊരു ഡിവൈസാണ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു ആളാണ് ട്രാൻസ്ഫോമർ. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ വിച്ച് കൺവേർട്സ് ലോ വോൾട്ടേജ് ഇൻറ്റു ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി വൺ വിച്ച് കൺവേർട്ട് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ, ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ് ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്, പ്രൈമറിയും ഉണ്ട് സെക്കൻഡറിയും ഉണ്ട്. ശരിക്കും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പ്രൈമറിയുടെ മുകളിൽ ഇങ്ങനെ സെക്കൻഡറിയും വരയ്ക്കണം. ഡ്രോ ഇതാണ് പ്രൈമറി, അതാണ് സെക്കൻഡറി. പക്ഷേ ഇത് ഭയങ്കര കൺഫ്യൂസിങ് അല്ലേ? അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വരച്ചേക്കുന്നത്. പ്രൈമറി വേറെ സെക്കൻഡറി വേറെ. അതിൻ്റെ ഒരു സോഫ്റ്റ് അയൺ കോറുണ്ട്. ഇനി സെക്കൻഡറിയാണ് പ്രൈമറിയെക്കാട്ടും വലുതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കും. ഇനി പ്രൈമറിയാണ് സെക്കൻഡറിയെക്കാട്ടും വലുത് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകണം. വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുമ്പോഴത്തേക്കും സ്റ്റെപ്പ് അപ്പ്. ശരിക്കും സെക്കൻഡറിയാണ് എപ്പോഴും വലുത്, അപ്പോൾ സ്റ്റെപ്പ് അപ്പ്. ഇനി ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് NS. ഇതിനെ കൺസിസ്റ്റ് ചെയ്യുന്നത് 2 സെറ്റ് ഓഫ് കോയിൽസ് ഉപയോഗിച്ചാണ്. പ്രൈമറി കോയിൽ എന്നും സെക്കൻഡറി കോയിൽ എന്നും വിളിക്കും. ഒരു ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോറിനകത്താണ് വൗണ്ട് ചെയ്തേക്കുന്നത്. ഈ AC വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി കോയിലിനെ AC voltage to be altered is fed to the primary coil. Then the alternating magnetic flux set up in the core.
The core extends to be secondary winding. The change in the flux produces an induced EMF in the secondary. Here we consider an ideal transformer in which the coil has zero resistance and there is no leakage of magnetic flux. The Ns and Np are the number of turns. Np represent primary and Ns represent secondary coil. Induced EMF in a primary is given by the formula Np bracketed minus d5 by dt, and induced EMF in secondary എന്ന് പറയുന്നത് Ns minus d5 by dt. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന ഫോർമുലയിലോട്ടാണ്. അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ, വി എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡഡ് ബൈ വി പി ഇൻറ്റു ഐ പി എന്ന ഫോർമുലയാണ്. ഇനി ട്രാൻസ്ഫോമറിനകത്തുള്ള എനർജി ലോസ്. ഫസ്റ്റ് വൺ ആണ് ഫ്ലക്സ് ലീക്കേജ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് produced in a primary may not fully pass to the secondary due to the poor design of the core. To prevent this or to minimize this leaking, binding the primary and the secondary coil one over the other. അതിൻ്റെ ഫോട്ടോയാണ് കുറച്ച് നേരം മുമ്പ് ഞാൻ വരച്ചത്. അപ്പം കൊടുക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കുന്നത് മുഴുവനായിട്ടും പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് എത്തുന്നില്ല. എത്താത്ത ഒരു സാഹചര്യത്തിൽ കുറച്ച് എനർജി ലോസ് ആവും. ഈ ഒരു ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമറിയുടെ മുകളിലോട്ട് സെക്കൻഡറിയെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തയാണ് കോപ്പർ ലോസ് അല്ലെങ്കിൽ ജൂൾസ് ലോസ് എന്നും പറയാം. എനർജി ലോസ് ഹീറ്റിൻ്റെ ഫോമിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന heat in the copper coil used in primary and secondary are called the copper loss. അപ്പം എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഇൻ ദ കോപ്പർ കോയിൽ. അപ്പോൾ കോപ്പർ കോയിലിൽ എനർജി ലോസ് ആവുന്നുണ്ട്, അത് ഹീറ്റിൻ്റെ ഫോമിലാണെങ്കിൽ അതിനെയാണ് കോപ്പർ ലോസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് എ തിക്ക് കോപ്പർ വയർ. എല്ലാത്തിനും പരിഹാരം എന്നുള്ളത് പോലെ തന്നെയാണ് കോപ്പർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തിക്കായിട്ടുള്ളൊരു കോപ്പർ വയർ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്താൽ മതി. അടുത്തതാണ് എഡീസ് കറണ്ട് ലോസ്. അതായത് ദ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് എഡീസ് കറണ്ട് ഇൻ ദ അയൺ കോർ വിച്ച് ലീഡ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇവിടെ എനർജിയുടെ വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്, അത് ഹീറ്റ് ലോസിൻ്റെ ഫോമിലാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വഴിയാണ് ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഹിസ്റ്റെറിസിസ് ലോസ്. As the alternating current passes through the winding, the iron core undergo repeated magnetization and demagnetization. അപ്പം ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വൈൻഡ് ചെയ്യുന്ന കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഈ അയൺ കോറിനകത്ത് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും, ഡീമാഗ്നറ്റൈസേഷൻ സംഭവിക്കും. ഇങ്ങനെ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യുന്നത് വഴി എനർജിയെ ലോസ്ഡ് ആവുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് മെറ്റീരിയൽസ് ഓഫ് ലോ ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പം വളരെ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഹമ്മിങ് ലോസ്. ഡ്യൂ ടു ദ പാസേജ് ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, the core of the transformer start vibrating and produces humming sound. So some of the electrical energy is lost in the form of sound. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പാസേജിൻ്റെ ഫലമായിട്ട് ട്രാൻസ്ഫോമറിനകത്തിരിക്കുന്ന കോറ് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, എന്നിട്ടത് ഹമ്മിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കുറച്ച് എനർജി സൗണ്ടിൻ്റെ ഫോമിൽ പോകുന്നതിനെയാണ് നമ്മൾ ഹമ്മിങ് ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഡെഫിനറ്റ്ലി ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. അത് 0 ആണ്. അടുത്തത് ദ വോൾട്ടേജ് ഓഫ് എ സി പടം വരയ്ക്കാൻ മാർക്ക്. The voltage of AC main is represented by
അതായത് വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഓഫ് AC കണ്ടുപിടിക്കണം. എഫ് എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. സംശയമില്ലല്ലോ. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കണം. ഇവിടെ സൈൻ V0 സൈൻ ഒമേഗ ടി, ഇതാണ് ഒമേഗ. അപ്പം 100π ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. അപ്പോൾ എഫിന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഹൺഡ്രഡ് പൈ ഡിവൈഡഡ് ബൈ 2π. 50 വരും. 50 ഹേർട്സ് ആണോ? അതെ, യു ആർ റൈറ്റ്. I'll give you 1 star and 1 ice cream. You are right. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 230 വോൾട്ട് 50 ഹേർട്സ് AC is applied to a resistor. The instantaneous value of voltage is represented by. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എഴുതണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. V തന്നിട്ടുണ്ട്, ഹേർട്സ്, എഫ് വന്നിട്ടുണ്ട്, റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിൽ വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഫോമിനാണ് ഉപയോഗിക്കേണ്ടത്. വിക്ക് ഈ 2πf ആണ് ഒമേഗ. അപ്പം എഫ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം 2 ഇൻറ്റു 3.14 ഇൻറ്റു എഫ് ആയ 50 ഹേർട്സ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒമേഗ കിട്ടി. അപ്പോൾ ഇവിടെ VRMS ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഒന്നല്ല. അപ്പം VRMS എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം എനിക്കിവിടെ അൾട്ടിമേറ്റ്ലി വേണ്ടുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. VRMS ഇസ് ഈക്വൽ ടു V0/√2 V0 വേണം. അപ്പം VRMS ഇൻറ്റു √2. VRMSനെ എനിക്ക് എങ്ങനെയാണ് വേണ്ടി എഴുതാൻ വേണ്ടി സാധിക്കും? VRMS എന്ന് പറയുന്നത് V ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണ്. ഇതിൽ V ഇപ്പം 230√2 ഇൻറ്റു സൈൻ ഒമേഗ സൈൻ സൈൻ ഒമേഗ എന്ന് പറയുമ്പോൾ 100π ഇൻറ്റു ടി. അതിനകത്തുനിന്ന് എനിക്ക് വേണ്ടുന്നത് ഇത് മാത്രമാണ്. ഇതെടുക്കുക. ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. അടുത്തയാണ് ഇൻഡക്ടർ allow AC to pass, block DC, allow DC to pass and oppose AC. DC ആണെങ്കിൽ സംഭവിക്കും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ നിൽക്കടാ അവിടെ എന്ന് പറയും. എനിക്ക് എത്ര ധൈര്യമുണ്ട് അപ്പുറത്തോട്ട് പോകാനെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അടുത്തയാണ് ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ 220V is converted into 2200V. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ V. അതിനെ V പ്രൈമർ സ്റ്റെപ്പ് അപ്പ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പം പ്രൈമറി ടു സെക്കൻഡറിയിലോട്ട് പോയി. അപ്പം VS ആണിത്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 600 അപ്പോൾ സെക്കൻഡറിയിലുള്ള ടേൺസ് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയാണ് എനിക്ക് വേണ്ടുന്നത്.
ഇപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഇത്. VS/VP is equal to NS/NP. VS/VP is equal to NS/NP. അപ്പോൾ NS എന്താണ്? VS/VP ഇൻറ്റു NP എന്ന് വരും. വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാമോ? അറിവിടെ പേടിക്കണം എന്തിനാണ്, നമുക്ക് ചെയ്യാമെന്ന്. അപ്പം VP എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്, VS ഉണ്ട്, NP ഉണ്ട്, NS കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുല VS സെക്കൻഡറി ആദ്യം എഴുതണം. VS/VP is equal to NS/NP. NS കണ്ടുപിടിക്കണമെങ്കിൽ VS/VP ഇൻറ്റു NP. അങ്ങനെ ആൻസർ കിട്ടി. ഓക്കെ, ഇന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് ഓൺ എത്രയാണ് 230 V ലൈൻ ആൻഡ് സപ്ലൈസ് എ കറണ്ട് ഓഫ് 2A ആയി കൊടുത്ത്. ദ റേഷ്യോ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഈസ്, പ്രൈമറിക്ക് 1ഉം സെക്കൻഡറിക്ക് 25 ആണെങ്കിൽ എഴുതുമ്പം 1/25 എന്നേ എഴുതാവൂല്ലേ. സോറി, 1 പ്രൈമറിക്ക് 1 അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞായിരുന്നു. വേറൊന്നുമില്ല, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന V കൊടുത്തിട്ടുണ്ട് ആൻഡ് സപ്ലൈ ടു എ കറണ്ട് 2A എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി കറണ്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും റേഷ്യോ, വൈൻഡിങ് റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം പ്രൈമറി എന്ന് പറയുമ്പോൾ അവിടെ പ്രൈമറി ടു സെക്കൻഡറി, ശരിക്കും നമുക്ക് വേണ്ടുന്നത് സെക്കൻഡറി ടു പ്രൈമറിയാണ്. ഓക്കെ, സെക്കൻഡറി ടു പ്രൈമറിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം 25/1 is equal to IP/IC. IP എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളത്, അതായത് പ്രൈമറി കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. IS അതായത് സെക്കൻഡറിയുടെ കറണ്ടാണ് തന്നിട്ടുള്ളത് 2A. കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ആൻഡ് സപ്ലൈസ് എ കറണ്ട് ഓഫ് 2A എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പ്രൈമറി കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് ഉറപ്പായി. അപ്പോൾ സെക്കൻഡറി എന്തായിരിക്കും? 2 ആണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഫോർമുല ഇവിടെ നോക്കണം. VS/VP is equal to NS/NP. ഇവിടെ IP/IS is equal to NS/NP ആണെന്നാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ലൈറ്റ് എ 100 volt lamp from a 220 mains. If the main current is 0.5A, the efficiency of the transformer is, ഒരു എഫിഷ്യൻസി, ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പവർ ഇപ്പം തന്നെ ഒരു കുട്ടി എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത് ആ കുട്ടിയുടെ പരീക്ഷയുടെ മാർക്ക് ഡിവൈഡഡ് ബൈ ആ കുട്ടി എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന്. ഓക്കെ, സോ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. സോ ഔട്ട്പുട്ട് പവറായിട്ട് നമുക്ക് കിട്ടിയത് 100 volt ആണ്. ഓക്കെ, ആ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ലൈറ്റ് 100 volt ലാമ്പ്. അപ്പോൾ 100 volt ലാമ്പാണ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം N is equal to 100 by ഇൻപുട്ട് പവർ എത്രയാണ്? VP ഇൻറ്റു, കാരണം പവർ എന്ന് പറയുന്നത് VI ആണ്. പക്ഷേ ഇവിടെ ഇൻപുട്ട് പവർ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അവിടെ വിയും ഐയും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് കൊണ്ട് 220 ഇൻറ്റു 0.5. അപ്പോൾ ആൻസറായിട്ട് കിട്ടുന്നത് 0.9. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് പറയണോ എന്നുണ്ടെങ്കിൽ 90% ആണ് അതിൻ്റെ എഫിഷ്യൻസി ഉള്ളത്. അപ്പം നമുക്ക്
മെയിൻ കറണ്ട് 0.5 ഞാൻ കൊടുത്തു, 220 വോൾട്ട് മെയിൻസും കൊടുത്തപ്പോഴേക്കും എനിക്ക് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴോട്ടാണല്ലേ. The frequency at which frequency എന്താണ് സിമ്പിൾ F ആണ്, in which current amplitude in a series LCR circuit attain its maximum value or the frequency at which resonance happens in an LCR circuit is called resonance frequency. W is equal to W0, X is equal to XL. W is equal to W0, X is equal to XL. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, 1/C ഒമേഗ എന്താണ്, എക്സ് സി ആണ്, XL എന്താണ്, L ഒമേഗ 0. ഒരു കാര്യം മനസ്സിലാക്കണം, റെസോണൻസ് ഫ്രീക്വൻസിയിൽ XC ഈസ് ഈക്വൽ ടു XL ആണ് എന്ന്. XC എന്താണ്, 1/C ഒമേഗ, XLO L ഒമേഗ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാണ്, അപ്പം നമുക്ക് 1 എന്ന് ഇവിടെ കിട്ടും. അപ്പം LC ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഒമേഗ സ്ക്വയർ എന്താണ്, 1/LC. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/√LC. ഈ എന്താണ് ഈ ഒമേഗ, 2πf ആണ്. 2πf ഇസ് ഈക്വൽ ടു 1/√LC. ഇപ്പോൾ എഫിനെ മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളതിന് അപ്പുറം സൈഡിലോട്ട് കൊണ്ടുപോവുക, 1/2π√LC എന്ന് നമുക്കവിടെ കിട്ടും. ക്വസ്റ്റ്യനിലോട്ട് ഒന്നും കൂടി പോകാം. ഫ്രീക്വൻസി അറ്റ് വിച്ച് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻ എ സീരീസ് LCR സർക്യൂട്ട് അറ്റൈൻ എ മാക്സിമം വാല്യൂ ഓർ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസോണൻസ് ഹാപ്പൻസ് ഇൻ എ LCR സർക്യൂട്ട്. ഒരു LCR സർക്യൂട്ടിൽ റെസോണൻസ് സംഭവിക്കുന്നത്, റെസോണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് XC ഈസ് ഈക്വൽ ടു XL ആണ്. അപ്പോൾ 1/C ഒമേഗ ഈസ് ഈക്വൽ ടു C ഒമേഗ. അപ്പം മൾട്ടിപ്ലൈ നോക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്കിവിടെ വേണ്ടുന്നത് ഒമേഗയാണോ, റെസോണൻസ് ഫ്രീക്വൻസിയാണ്, F ആണ് വേണ്ടുന്നത്. അപ്പോൾ F ഒമേഗയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒമേഗ സ്ക്വയറിൽ നിന്ന് ഒമേഗ എടുക്കാൻ വേണ്ടി 1/√LC ചെയ്യണം. ഇനി ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. 2πf ഇസ് ഈക്വൽ ടു 1/√LC വരും. അപ്പോൾ F ഇസ് ഈക്വൽ ടു 1/2π√LC എന്ന് നമുക്ക് കിട്ടും. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും എളുപ്പത്തിലാണ് നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ വിജയകരമായി പഠിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റേ ഓപ്റ്റിക്സും, രണ്ടാമത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമാണ്. സോ ഇനി മറ്റൊരു ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റേ ഓപ്റ്റിക്സ് കഴിഞ്ഞു, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കഴിഞ്ഞു. ഇനി വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം പഠിക്കേണ്ടതാണ് എന്താണ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് എന്താണ്, I is equal to Q/T. Q എന്താണ്, NE. അപ്പം I is equal to NE/T. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ശ്രദ്ധയോടെ കേട്ട് നോക്കുക. The rate of flow of charges across any cross-sectional area of a conductor gives the magnitude of electric current. ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എനിക്ക് കിട്ടേണ്ടതെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്ലോയിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന, ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കണ്ടക്ടറിലൂടെ പോകുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, ഇതിൻ്റെ യൂണിറ്റാണ് ആംപിയർ. Even though electric current have both magnitude and direction, it is treated as a scalar quantity. കാരണം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആവണമെന്ന് പറയണമെങ്കിൽ it should also obey vector law. Since it do not obey vector law, electric current is termed as a scalar quantity. Then next question. The flow of 10⁻⁷ electrons per second in a conducting wire constitute a current. അപ്പം എനിക്കിവിടെ കറണ്ട് കിട്ടണം. I is equal to Q/T. Q is equal to NE/T. N എന്ന് പറയുന്നതാണ് 10⁻⁷ N.
ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വാല്യൂ ആണ് 1.6 × 10⁻⁻19 പെർ സെക്കൻഡ് 1 സെക്കൻഡ്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ സോ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.6 × 10⁻12 ആംപിയർ. And next question, how many electrons do pass through a lamp in 1 minute if the current is 300 mA? ഈ MA മാറ്റണമെങ്കിൽ സിമ്പിൾ ഇറ്റ്സ് 10⁻³ So how many number of electrons ആണ് വേണ്ടത്? number of electrons, many. So I is equal to Q by T, Q is equal to NE/T. So N എന്ന് പറയുന്നത് IT divided by E. So N is equal to IT divided by E. I is equal to 300 × 10⁻³ into 1 minute. When it is converted, we will get 60 seconds. So 300 × 10⁻³ into 60 divided by electron value 1.6 × 10⁻19. So after the calculation in the calculator, you will get the value as 11250 × 10⁻16. അപ്പോൾ അത്രമാത്രം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് 300 mA കറണ്ട് ഒരു മിനിറ്റിൽ ഒരു ലാമ്പിലൂടെ പാസ് ചെയ്യുന്നത്. How many electrons do pass through a lamp in 1 minute if the current is 300 mA? The charge flowing through a conductor is given by, അപ്പം ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന ചാർജ് Q എന്ന് പറയുന്നത് 2t² - 2t + 6. Find the expression for current. Initial value of current. What is the value of current when t is equal to 1 second? When does the current become 0? What is the amount of charge flowing through the conductor when current becomes 0? Amount of charge. ഇതെല്ലാത്തിനും ഉത്തരം കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട്. കറണ്ട് കണ്ടുപിടിക്കണം. I is equal to dQ/dt. ഇപ്പം dQ/dt ഒന്നുമില്ല, ക്യൂവിൻ്റെ സ്ഥലത്ത് ഈ തന്നേക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2t² - 2t + 6 എന്ന വാല്യൂ കൊടുക്കണം. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓരോ വാല്യൂവിനെ എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി വാട്ട് ഈസ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് കറണ്ട്? I is equal to ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ t0 ആവുന്നത്. t0 ആകുമ്പം I is equal to Q. I is equal to Q/T അല്ല കൊടുക്കേണ്ടത്. ഈ നേരത്തെ കിട്ടിയ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂവിലോട്ട് t is equal to 0 കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. അടുത്ത C ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കറണ്ട് വെൻ t is equal to 1 second? t 1 second ആകുമ്പോഴുള്ള കറണ്ടിൻ്റെ വാല്യൂ. ടീന് ആ ഒരു വാല്യൂ കൊടുക്കാം. ദാറ്റ് സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ കറണ്ട് ബിക്കം 0? എപ്പോഴാണ് കറണ്ട് 0 ആവുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സോൾവ് ചെയ്ത ഒരു ഇക്വേഷനിൽ ഐക്ക് 0 കൊടുക്കണം. അപ്പം നമുക്ക് t is equal to 0.5 seconds എന്ന് കിട്ടാം. അടുത്തത്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ വെൻ കറണ്ട് ബിക്കംസ് 0? What is the amount of charge flowing through the conductor when current becomes 0? Amount of charge flowing through the conductor when current becomes 0. So current 0 ആകുമ്പം
അപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് QT. അപ്പോൾ അവിടെ Tക്ക് 1/2 കൊടുക്കണം, 0.5 സെക്കൻഡ് കൊടുക്കണം. എപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് കറണ്ട് 0 ആവുന്ന കേസ് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച് T എപ്പോഴാണ് 0 ആവുന്നത് നമുക്കറിയാം, 0.5 സെക്കൻഡ്സ് ആണ്. അപ്പം Tയിലോട്ട് 0.5 സെക്കൻഡ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചാർജിനെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തയാണ് ഓംസ് ലോ. ഓംസ് ലോ എന്ന് പറയുന്നത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട്. So V directly proportional to I, V is equal to RI. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, യൂണിറ്റ് ഓം ആണ്. അപ്പം ഇതിൻ്റെ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ V/I സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് R എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ സോ R is equal to V/I. ഇനി ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ലെങ്ത്, ഒന്ന് ഏരിയ, നേച്ചർ ഓഫ് മെറ്റീരിയൽ. എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് റെസിസ്റ്റർ. So the resistor of a conductor is directly proportional to length and inversely proportional to square of the distance between them. Square of the distance between them. Square of the distance. Area. ഒരു മിനിറ്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ് എഴുതാനുള്ളത്. എന്തായാലും 6 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, 6 ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയയാണ്. സോ 6 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A എന്ന് കിട്ടും. ആൻഡ് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി അവിടെ റോ എന്ന സിമ്പൽ ഇടും. R is equal to rho L/A. റോ is equal to RA/L. സോ ഏരിയയ്ക്ക് 1 മീറ്റർ സ്ക്വയർ ആണ്, ലെങ്തിന് 1 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ റോ എന്ന് പറയുന്നത് R-ന് ഈക്വൽ ആണ്. വെൻ ഏരിയ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, ലെങ്ത് ഈസ് 1 മീറ്റർ സ്ക്വയർ, ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. സോ റോ ഈസ് ഈക്വൽ ടു R. ഓക്കെ, സോ റെസിസ്റ്റിവിറ്റിയുടെ സിമ്പൽ ഓം മീറ്റർ ആണ്. The resistivity of a material of a conductor is defined as 1 unit length and 1 area of cross section. The slope of a graph showing the variation of potential difference V on y-axis and current on x-axis gives the conductor. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഇവിടെ L1 ഏതാണെന്ന് L1 കൂടുതലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെ? റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ആർക്കാണ്? ബിയ്ക്കാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന ആർക്കായിരിക്കും? ബിയ്ക്ക് തന്നെയാണ്. സോ L1 ഏതെന്ന് അറിയാൻ വേണ്ടി ഒന്നുമില്ല, ബി ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് ഒരു പുതിയ റെസിസ്റ്റൻസ് ഉണ്ട് R. ആ ഒരു പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പഴയ റെസിസ്റ്റർ അടങ്ങിയിട്ടുള്ള വയറിനെ ഞാൻ സ്ട്രെച്ച് ചെയ്തു. എത്ര ടൈംസ്? 2 ടൈംസ്. അവിടെ ഡെൻസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പുതിയ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ റെസിസ്റ്ററിൻ്റെ ഫോർമുല പഠിച്ചു. R is equal to rho L/A. L ട്വൈസ് ആവുമ്പോഴേക്കും ഏരിയ പകുതിയാവും. സോ R is equal to, അല്ലെങ്കിൽ R dash is equal to rho into 2L divided by A/2. So 2 rho L divided by A/2 R dash is equal to 4 rho L/A. അപ്പോൾ rho L/A എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അത് റെസിസ്റ്റർ ആണ് എന്ന്. സോ R dash is equal to 4 rho L/A. അപ്പം 4 തവണ റെസിസ്റ്റർ കൂടി, 4 ടൈംസ് കൂടി, 4 പ്രാവശ്യം കൂടി. അടുത്ത ക്വസ്റ്റ്യൻ. എ റെസിസ്റ്റൻസ് ഓഫ് 20 cm ലോങ് വയർ ഇസ്
5 ഓം. അപ്പം വയറിനെ ഞാൻ സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ, അതായത് ഡബിളായി. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ, അപ്പം ഇവിടെ ചുമ്മാ 20 സെൻറ്റിമീറ്റർ 5 ഓം അല്ലേ, അപ്പം 40 സെൻറ്റിമീറ്റർ വരുമ്പം 10 ഓം ആണെന്ന് എഴുതരുത്. R'=N²R എന്ന ഫോർമുല ഉപയോഗിക്കണം. R'=N²R എന്ന ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്നിന് എത്ര കൊടുക്കണം ഇവിടെ? The wire 2² 2 കൊടുക്കണം. 2 കൊടുത്തപ്പോൾ 20 ഓം എന്നാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. A negligibly small current is passed through a wire of length 15 meter and the uniform cross section 6 × 10⁻⁷ meter square. അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തേക്കുന്നത് 5 ഓം ആയിട്ടാണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. R=ρL/A. അപ്പം റോയാണ് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് RA/L എന്ന് എഴുതുക. R കൊടുത്തിട്ടുണ്ടോ? 5. A കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. L കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. സോ റെസിസ്റ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞ് യൂണിറ്റ് ഓം മീറ്റർ. അടുത്തതാണ് നോൺ ഫോക്കസ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കളർ കോഡ് ഓഫ് റെസിസ്റ്റർ. പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ കളർ കോഡ് ഓഫ് റെസിസ്റ്റർ ഇൻ an electric or an electronic circuit, carbon resistor widely used as resistance component. The value of resistance of this carbon resistor and their percentage accuracy are marked on them in the form of color code. അപ്പം in electrical and electronic circuit, carbon resistor are widely used as a resistance component. Resistance component ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. The value of resistance of these carbon resistant and their percentage accuracy. അപ്പം കാർബൺ റെസിസ്റ്ററിൻ്റെയും അതിൻ്റെ പേഴ്സൻറ്റേജ് ആക്യുറസിയും പല കളറിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഠിക്കാനൊരു ട്രിക്കുണ്ട്, പേടിക്കണ്ട. എന്താണ് ട്രിക്ക്? ബി റോയ് ഓഫ് ഗ്രേറ്റ് Britain has a very good wife. ഇതാണ് ട്രിക്ക്. ഇതാണ്. അപ്പം ഇതിനെ എങ്ങനെ എഴുതാം? നോക്കിവിടെ. B for black, B for brown, R for red, O for orange, Y for yellow, G for green, B for blue, V for violet, G for grey, W for white. ഓക്കെ. സോ ഇത്രയും അറിഞ്ഞിരിക്കുക, ബാക്കിയുള്ളത് പറയുന്നതാണ് വഴിയേ. സോ ആദ്യം ബ്ലാക്കാണ്, ബ്രൗണിനെക്കാട്ട് മുകളിൽ ബ്ലാക്ക് വരണം. ഓക്കെ. പിന്നെ ഗ്രീനാണ് ഗ്രേയിനെക്കാട്ടും വലുത്. ബ്ലാക്ക് ബ്രൗൺ ബ്ലൂവേ വരത്തുള്ളൂ. ഒരിക്കലും ബ്ലൂ എടുത്ത് മുകളിൽ എഴുതരുത്. ബ്ലാക്ക് ബ്രൗൺ ബ്ലൂ. അപ്പം എപ്പോഴും നമ്മൾ നമ്പർ ഇടുമ്പം ഇവിടെ ആദ്യം 0 എടുക്കണം, പിന്നെ 1 2 3 4 5 6 7 8 9 വരെ വരണം. ഇവിടെ 10⁻0 മുതലാണ് തുടങ്ങുന്നത്, ശ്രദ്ധിക്കുക. 10⁻1 10⁻2 10⁻9 വരെ. ഇനി ഗോൾഡ് കളറും സിൽവർ കളറുമാണെങ്കിൽ 10⁻1 ആണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പോയിന്റുമാണ്. 5% +or-5%. സിൽവർ ആണെങ്കിൽ +or-10%. ഇനി ഒരു കളറും ഇല്ല, വെറുതെ ഒരു കളറും ഇല്ലാതെ ഇവിടുത്തെ കാര്യമാണ്, ഈ ഒരു കളറാണ് ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇനി ഒരു കളറും ഇല്ലെങ്കിൽ അത് നോ കളറാണ്. അടുത്തത്, കാർബൺ റെസിസ്റ്റർ ഹാസ് കളർ
colored strip as shown in the figure. What is its resistance? എനിക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഗ്രേ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേ എവിടെയാണ് വരുന്നത്? ഗ്രീനിൻ്റെ താഴെയാണ് ഗ്രേ വരുന്നത്. ഗ്രീനിൻ്റെ താഴെയാണ് ഗ്രേ വരുന്നത്. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് ഈ കോളം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആലോചിക്കണം. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഇപ്പോൾ 9 എണ്ണം ഉണ്ടോ നോക്കണം. ഏതെങ്കിലും ഒന്ന് മാറിയാൽ അവിടെ തീരും നിങ്ങൾ. 3, 6, 7, 8, 9, 10. ഓക്കെ, 10 എണ്ണം ഉണ്ടോ നോക്കണം. 10 എണ്ണം ഉണ്ടോ നോക്കണം. കാരണം നമ്മൾ തുടങ്ങിയത് 0-ൽ നിന്നായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഗ്രേ നോക്കണം. ഗ്രേ നോക്കുക. ഇവിടെ ഇതാണ് ഗ്രേ. ഇതാണ് ഗ്രേ എന്ന് ഞാൻ പറഞ്ഞു. ഗ്രേ കൊടുത്തു. ഗ്രേ എത്രാമത് വരുന്നതാണ്? 8ാമത് വരുന്നതാണ്. ഗ്രേ 8 കൊടുക്കുക. ഇനി രണ്ടാമത് റെഡ് വരുന്ന എവിടെയാണ്? 3ാമതാണ് റെഡ് വരുന്നത്. പക്ഷെ 3ാമതാണ് റെഡ് വരുന്നതെങ്കിൽ ഞാൻ എത്ര എന്ന് കൊടുക്കാവുള്ളൂ? 2 എന്നേ കൊടുക്കാവുള്ളൂ. ഇനി കൊടുക്കേണ്ടുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 2 എണ്ണം നമ്പർ പോലെ കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത് 10 raised to powerൻ്റെ രീതിയിലാണ്. 10 raised to power. അപ്പം ഇവിടെ ഗ്രീൻ എത്രാമതാണ് വരുന്നത്? 6ാമതാണ് വരുന്നത്. 6ാമത് വന്നാൽ നമ്മൾ 5ാമതെന്നും പറഞ്ഞ് എഴുതണം. 10 raised to 5. ഇനി ലാസ്റ്റ് സിൽവർ ആണോ ഗോൾഡ് ആണോ നോൺ കളർ ആണോ എന്ന ബേസ് ചെയ്താണ് അടുത്ത ഡിവിഷൻ വരുന്നത്. അപ്പം +or-10% എന്ന് കിട്ടും. ഇതെന്തിനാണ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് മറ്റൊരു ചോദ്യമാണ്. ആൻഡ് നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരെയാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്രേക്ക് പകരം ബ്ലാക്കും ബ്ലൂവിന് പകരം ഗ്രീനും യെല്ലോയ്ക്ക് പകരം വയലറ്റും ഗോൾഡിന് പകരം സിൽവറുമാണ് വന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കമൻറ്റ് ബോക്സിൽ അത് ആൻസർ എഴുതിയിടണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ചോദ്യമാണിതെന്ന്. അടുത്തത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലും. സീരീസ് ആണെങ്കിൽ സീരീസ് 2 എണ്ണത്തിനുണ്ട്. നമ്മൾ സീരീസും പാരലലും ഒന്ന് പഠിച്ചു, കപ്പാസിറ്ററിൽ പഠിച്ചു. ഇത് പഠിക്കുന്നത് റെസിസ്റ്ററിലാണ്. കപ്പാസിറ്ററിൽ എങ്ങനെ വന്നു? സീരീസ് ആയിട്ട് പറഞ്ഞപ്പോൾ 1/C = 1/C1 + C2 + C3 എന്ന്. പക്ഷേ ഇവിടെ സീരീസ് പറഞ്ഞാൽ ഒന്നും 1/, ഇടണ്ട, വെറുതെ ആഡ് ചെയ്ത് വെക്കുക. റെസിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ R = R1 + R2 + R3. ഇനി പാരലാണ് കേസ് എങ്കിൽ നമ്മൾ സീരീസ് പഠിച്ച എന്താണ്? C1 = C1 + 2 C2 + C3. പക്ഷേ റെസിസ്റ്റർ വരുമ്പോൾ 1/R = 1/R1 + 1/R2 + 1/R3 എന്നാണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് വന്നതെന്നാണ് അടുത്ത ചോദ്യം. V = IR ആണെന്ന് അറിഞ്ഞുകൂടാത്തവരെ ആരും കേരളത്തിലുണ്ടാവില്ല. V = IR ആണെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം V ഡിഫറെൻ്റ് ആണ്. V ഇവിടുത്തെ ഡിഫറെൻ്റ് ആണ്. V ഡിഫറെൻ്റ് ആവുമ്പോൾ V = V1 + V2 + V3. V എന്താണ്? IR ആണ്. അപ്പോൾ I1 R1 I2 R2 I3 R3. പക്ഷേ I1ഉം I2ഉം I3ഉം Iയും സെയിം ആയതുകൊണ്ട് നമുക്കതിനെ I എന്ന് തന്നെ കൊടുക്കാം. എല്ലാത്തിനും Iയും ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് R = R1 + R2 + R3. ഇനി പാരലാണെന്നുണ്ടെങ്കിൽ ഇവിടെ V എല്ലായിടത്തും V സെയിം ആയിരിക്കും. Iന് മാറ്റം ഉണ്ടാവും. 1/R1 + 1/R2 + 1/R3 എന്ന ഫോമിലോട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി 3 resistors of equal value are arranged in a different combination as shown below. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിഗർ. Arrange them in the increasing order of their equivalent resistance. ഇക്വിവാലൻറ്റ് റെസിസ്റ്ററിൻ്റെ ബേസിൽ ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യണം. എന്ത് ചെയ്യും? ഇവിടെ പാരലായതുകൊണ്ട് 1/R1 ആണോ ചെയ്യുന്നത്? നമുക്ക് 3 കേസ് കൊടുത്തിട്ടുണ്ട്. 3 കേസ്. ഓക്കെ, ചെറിയൊരു അബദ്ധം പറ്റിയാണ്. 3
സിറ്റുവേഷൻ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. 3 റെസിസ്റ്റൻസ് ഓഫ് ഈക്വൽ വാല്യൂ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പടം വരയ്ക്കട്ടെ. ഇതൊരു വഴി, ഇതൊരു വഴി, ഇതൊരു വഴി, 3 വഴികളായിട്ടാണ് ഡിഫറെൻറ്റ് ബേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇക്വിവാലൻസ് റെസിസ്റ്ററിൻ്റെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും ഇക്വിവാലൻസ് റെസിസ്റ്റൻസ് പ്രത്യേകം നമ്മളെടുത്ത് കണ്ടുപിടിക്കണം. ആദ്യം ഒന്നാമത്തവൻ്റെ ചെയ്യുമ്പോൾ RS എന്ന് പറയുന്നത് R+R+R+R1+R2+R3 അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്, അപ്പം ഈ 3 എണ്ണവും സെയിം ആയതുകൊണ്ട് നമുക്ക് 3R എന്ന് ഇവിടെ കൊടുക്കാം. ഇനി ഇവിടെയോ 2R ആണ്, മേളിൽ 2R താഴെ 1R വന്നാൽ 1/2R + 1/R ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇനി ഇവിടെയാണെങ്കിലോ 1/R + 1/R + 1/R + 3 1/R മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യണം. 3R എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ 2 ഉണ്ട് നോക്കുക, 1/2R + 1/R വാല്യൂ ചെയ്യുമ്പോൾ ഇതിനൊരു ആൻസറും ഇതിനും 1/R പറഞ്ഞതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വരുന്നത്. സോ നോക്കുക, ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. രണ്ടാമത് വരുന്നത് സീരീസും പാരലുമായിട്ടുള്ളൊരു മിക്സഡ് കോമ്പിനേഷൻ വരുമ്പോൾ. മൂന്നാമത്തതായിട്ടാണ് പാരലായിട്ട് വരുന്ന കേസിൽ. ഇനി ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ഓഫ് 2 റെസിസ്റ്റൻസ് ആർ ഓൾവേസ് ഈസ് പാരലൽ ഓൾവേസ്. Equivalence resistance of 2 resistance in parallel is always lower than the smallest of 2. അടുത്തത് a uniform resistance wire of length 10 centimeter ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ലെങ്ത് കൊടുത്തിട്ടുണ്ട്. is bent in the form of a സർക്കിളിൻ്റെ ഫോമിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട്. the resistance between 2 diametric opposite points will be എന്താണ്? അപ്പം a uniform resistance wire of length 10 ohm is bent in the form of a സർക്കിളിൻ്റെ ഫോമിൽ യൂണിഫോം റെസിസ്റ്റൻസ് വയർ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. so the resistance between 2 diametric opposite points will be എന്താണ് നോക്ക്. മുകളിലൊരു 5 ohm താഴെ ഒരു 5 ohm ആയിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും? 1/5 1 + 1/5 1 = 1/R. 2/5 എന്ന് എഴുതുമ്പോൾ R എന്ന് പറയുന്നത് 5/2 ആണെന്ന് എഴുതാം. പക്ഷെ ഒരിക്കലും ഫോർമുലയിൽ RP = R1 + R2 എന്ന് എഴുതരുത്. ഫൈനൽ ആൻസറോ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പോ വരുമ്പോൾ നമുക്ക് 1/R = 2/5 എന്ന കേസിലാണെങ്കിൽ R = 5/2 എന്ന് നമുക്ക് എഴുതാം. തിരിച്ചിട്ടാൽ 2.5 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വിവാലൻസ് റെസിസ്റ്റൻറ്റ് ഓഫ് ദ എബവ് സർക്യൂട്ട്സ്. എബവ് സർക്യൂട്ടിൻ്റെ കണ്ടുപിടിക്കണം. ഇതിൽ ആരാണ് പാരലൽ, ആരാണ് സീരീസ് എന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പം തന്നെ കൃത്യമായി റീഡ്രോ ചെയ്യാൻ അറിയണം. ഇവൻ 3 പേരെയും പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും പാരലൽ കോമ്പിനേഷൻ നോക്കുക. 1/RP = 1/R1 + 1/R2 + 1/R3 ദാറ്റ് ഇസ് 1/50 + 1/75 + 1/15 എന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതാണ് 18.75 ohm. അവിടെ തീർന്നോ? ഇല്ല. അവിടെ കിട്ടിയത് 80.75 ആണ്. ഇനിയുള്ളത് സീരീസിലാണ്. സീരീസിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാം. സർക്യൂട്ടിൻ്റെ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ചെയ്യേണ്ടത്. ആലോചിക്കുക, ഇതല്ല ഇവിടെ നോക്കേണ്ടത്. ഇത് രണ്ടും ഇവൻ ഇവിടെ വെച്ച് തീർന്നു. ഇവൻ ഒരു വരയാണ്. ഇവൻ 2 പേർക്കും ബന്ധമുണ്ട്, ഒരു ബന്ധം. ഇവർ 2 പേരെ സീരീസ് ആയിട്ട് എഴുതുമ്പോൾ 60 ohm എന്ന് കിട്ടും. 60 ohm എന്ന് കിട്ടും. ഇനി 1/30 ohm + 1/16 എന്ന് ചെയ്യുമ്പോഴേക്കും 3/16 എന്നും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ആണ്. V = IR കറണ്ട് വരുമ്പോൾ I = VR എന്ന് വരണം. സോ I = VR ആണ് കറണ്ട് എങ്കിൽ V = IR.
എന്താണ് തെറ്റുന്നത്? വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ ഐ വരുമ്പോൾ വി ബൈ ആർ എന്ന് വരണം. റെസിസ്റ്റൻസ് ഇപ്പോൾ എൻ്റെ ഉണ്ട്. ഇനി വി ഉണ്ടോ? ഉണ്ട്. 2V ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കൊണ്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽ പി ആൻഡ് ക്യൂ ഇൻ ദ ഫോളോയിങ് ഡയഗ്രം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. 1 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സീരീസും കൂടി എടുത്ത് എഴുതുമ്പോൾ 2 ഓം എന്ന് കിട്ടിക്കഴിഞ്ഞു. അടുത്തതാണ് ക്രിച്ചോഫ്സ് റൂൾ. ക്രിച്ചോഫ്സ് റൂളിനകത്ത് 2 റൂള് പറയുന്നുണ്ട്. ഒന്ന് ജംഗ്ഷൻ റൂൾ എന്നും ഒന്ന് ലൂപ്പ് റൂൾ എന്നും. ജംഗ്ഷൻ റൂളിനകത്ത് പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇൻ എ ക്ലോസ് സർക്യൂട്ട് ഈസ് 0. ദ ഓൾജിബ്രിക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എനി പോയിന്റ് ഇൻ ദ closed circuit is 0. So the total incoming current is equal to the total outgoing current. This show that no charge is accumulated in junction. ഒരു കറണ്ടും ജംഗ്ഷനിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അടുത്ത ലൂപ്പ് റൂൾ. ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് and resistance R is equal to the total EMF in the circuit. In a closed circuit, the algebraic sum of the product of I and resistance is equal to the total EMF in the circuit. Then, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആൻസർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പേടിക്കേണ്ടതില്ല. ABEFA അതെടുക്കുക. BCDEB അതെടുക്കുക. ACDFA. താഴത്തെ റെക്റ്റാങ്കിൾ എടുക്കുക, മേലത്തെ റെക്റ്റാങ്കിൾ എടുക്കുക, മുഴുവൻ റെക്റ്റാങ്കിളും എടുക്കുക. ഓക്കെ ആണല്ലോ അവിടെ കിട്ടിയത്. അവിടെ നമ്മൾ വി കൊടുക്കുന്നതിന് ഒരു IR ഇട്ട് ചെയ്യണം. I1 R1 I2 R2 I3 R3 എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, an electric bulb rated 220 volt and 100 watt. വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട്സ് ആർ വാട്ട്. സോ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. ദ പവർ കൺസ്യൂംഡ് ബൈ ഇറ്റ് വെൻ ഓപ്പറേറ്റഡ് ഓൺ 110 വോൾട്ട് വിൽ ബി. എന്താണ് അതിൻ്റെ പവർ പറയൂ. പവറായിട്ട് പറയണം. പവർ അറിയണമെങ്കിൽ പവർ എന്ന് പറയുന്നത് V²/R. എന്തുകൊണ്ട് ഞാൻ P is equal to VI ഫോമിൽ എടുത്തില്ല? കാരണം I തന്നിട്ടില്ല. എനിക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിക്കണം. എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? An electric bulb rated power consumed by it. പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പവറിലോട്ട് എടുത്തിടാം. അപ്പം ആദ്യം നോക്കണം. ഇവിടെ ആദ്യത്തെ കേസിൽ പവറും വിയും കൂടിയുള്ള ഒരു ഫോർമുല എടുക്കണം. പവറും വിയും കൂടിയുള്ള ഒരു ഫോർമുല എടുക്കുക എന്ന് പറയുന്നത് P is equal to V²/R എന്ന ഫോർമുല തന്നെയാണ് ഇവിടെ ഉചിതം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമുക്ക് 4 വിദഗ്ധമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി പവറിനകത്തോട് എന്ത് കൊടുക്കണം? വാല്യൂ ഇട്ട് കൊടുക്കണം. അടുത്തയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ വെൻ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ വെൻ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. I is equal to E/R plus R, capital R plus small r. I is equal to capital E divided by capital R plus small r. So ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The battery of EMF 10V TNV and internal resistance. internal resistance കൊടുത്തിട്ടുള്ളപ്പം തന്നെ ഞാൻ ഫോർമുല പറഞ്ഞു. I is equal to E/R plus R.
തന്നെയാണോ നോക്കാം. ഇഫ് ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഐ കൊടുത്തിട്ടുണ്ട്, ആർ കൊടുത്തിട്ടുണ്ട്, ഇ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഐ ഐ ഐ എന്താണ്? അപ്പോൾ ആർ പ്ലസ് ആറിന് മുകളിലോട്ട് മുഴുവനായിട്ട് എടുക്കുമ്പോഴേക്കും ഇ ഡിവൈഡഡ് ബൈ ഐ വരണം. ഇ എന്താണ്? 10 ആണ്. ഐ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഇ ബൈ ഐ ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി. എന്ത് വേണം ഇനി? എന്ത് വേണം? ആറുണ്ട്, സ്മോൾ ആർ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോൾ കിട്ടിയ വാല്യൂ -3 ഓം ചെയ്യുക. 3 ഓം ചെയ്യണം. 3 ഓം ചെയ്യുമ്പം 17 ഓം എന്ന് കിട്ടി. 17 ഓം എന്ന് കിട്ടി. അപ്പോൾ ഫോർമുല പഠിച്ചു വെക്കണം. ഐ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. അത്രയേ ഉള്ളൂ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. എന്താണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്? ഒരു സെല്ലിലൂടെ പോകുമ്പോൾ അവിടെ ഒപ്പോസിഷൻ ഉണ്ടാവും. അതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അടുത്ത വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് വൺ ഓഫ് ദ ആക്യുറേറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ മെഷറിങ് ആൻ അൺനോൺ റെസിസ്റ്റൻസ്. എനിക്ക് റെസിസ്റ്റൻസ് അറിഞ്ഞുകൂടാ, അപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇറ്റ് അപ്ലൈസ് ക്രിച്ചോഫ്സ് റൂൾ ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ്. എനിക്ക് ആരാണ് വന്നതെന്നറിയില്ല, റെസിസ്റ്റൻസ് ആരാണെന്നറിയില്ല. ഞാനപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തായ ക്രിച്ചോഫിനോട് ചോദിക്കും, അൺനോൺ റെസിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ക്രിച്ചോഫ് എന്ത് പറഞ്ഞു തരുമോയെന്ന് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലൂടെ നമുക്ക് അറിയാം. ഇവിടെ പി ക്യൂവും ആറും എസും 4 റെസിസ്റ്റേഴ്സ് ആണ് കണക്റ്റഡ് ടു ഫോം എ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ABCD. പിയും ക്യൂവും ആർ എസും 4 റെസിസ്റ്റൻസ് ആണ്. അതൊരു നെറ്റ്വർക്കായി ABCDയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എ സെൽ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ A and C. A galvanometer with a resistance G is connected between B and D. ഒരു ഗാൽവനോമീറ്റർ ബിൻ്റെയും ഡിൻ്റെയും നടുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നോക്കണം. നോക്ക്. IG is equal to 0 വരുന്ന ഏത് കേസിലാണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പറയണം എന്താണ് IG 0 ആവുന്നത് എപ്പോഴാണ്. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം അൺനോൺ റെസിസ്റ്ററിനെ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കും? ക്രിച്ചോഫ്സ് ലോയിനോട് ചോദിക്കും. ഇവിടെ ഒരു ABCD എന്ന നെറ്റ്വർക്കിൽ പിയും ക്യൂവും ആറും എസും ഇതാ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഒരു സെല്ല് എയിനും സിയിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു കുഞ്ഞ് ഗാൽവനോമീറ്റർ G എന്ന് വിളിക്കും അവനെ. ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ B ആൻഡ് D. ബിയിനും ഡിയിനും ഇടയ്ക്ക് വിളിക്കും അവനെ ഗാൽവനോമീറ്റർ എന്ന്. I എന്ന് പറയുന്നത് ഒരു കറണ്ടാണ് ഫ്രം എ സെൽ ആസ് ഇറ്റ് റീച്ചസ് A. പോയി ക്രിച്ചോഫെ പേടിക്കേണ്ടതാ വന്നു. I എന്ന് പറയുന്നത് ഇറ്റ്സ് എ കറണ്ട് ഫ്രം എ സെൽ ആസ് ഇറ്റ് റീച്ചസ് A. ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു I1. I എന്ന് പറയുന്നത് ഇതൊരു കറണ്ടാണ് ഫ്രം എ സെൽ ആസ് ഇറ്റ് റീച്ചസ് A. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു I1 I2. സെല്ലിൽ നിന്നുള്ളൊരു കറണ്ടാണ്. എപ്പോഴാണോ എയിലോട്ട് എത്തുന്നത് അവൻ 2 വഴിയിലോട്ട് പോവും. ഏതൊക്കെ വഴിയിലോട്ട്? I1 I2 എന്ന രീതിയിലാണ് അവൻ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നത്. I1 ഉടനെ ബിയുടെ വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും I2 ഡിയുടെ വീട്ടിലോട്ടും. ബിൻ്റെ വീട്ടിലെത്തിയ ബി പറയും, കുഴപ്പമില്ല മോനെ, നീ അടുത്ത സിയിലോട്ട് പൊക്കോ, ഈ ഫോമിൽ പോണ്ട, കുളിച്ചൊരുങ്ങി I3 ഫോമിൽ പോവോ. അപ്പം I3 ഫോമിലോട്ട് പോയി. ഇനി ഡിയിലോട്ട് പോയ I2വിനോട് ഡി പറഞ്ഞു, നീയും ഇത്തിരി സുന്ദരനായിട്ട് പോകൂ, ഡിയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പം I4ൻ്റെ ഫോമിൽ പോവാന്ന്. പക്ഷേ നിനക്കവിടെ തെറ്റി. ഞാൻ എയിൽ നിന്ന് ബിയിലും ഡിയിലോട്ടും പോയത് I1 I2 ഫോമിലാണ്. ബിയിൽ നിന്ന് സിയിലോട്ട് പറഞ്ഞതും I3 ഫോമിലാണ്. ആൻഡ് IG ഫോമിൽ എന്ത് പറ്റി? ബി പറഞ്ഞു, പക്ഷെ I3യും IGയും ഫോമിലെത്തി. I3യും IGയും ഫോമിലെത്തിയല്ലോ.
I4 എന്ന് പറയുന്നത് I2-ൻ്റെയും IG-യുടെയും സമ്മായിരുന്നു എന്ന് അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു. വെറുതെ വിടുമോ? അപ്ലൈ ക്രിച്ചോഫ്സ് ലോ ദെയർ. അപ്ലൈയിങ് ക്രിച്ചോഫ് സെക്കൻഡ് റൂൾ ടു ABDA. എന്താണ് പറഞ്ഞത്? I1Pയും IgGയും ഗാൽവനോമീറ്ററിന് IgGയും I2R മൈനസ് ചെയ്യണം. I1Pയും IgGയും കൂടി I2R അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 0 എന്ന വാല്യൂ കിട്ടി. അപ്പം അടുത്ത എന്താണ്? BCDB എന്ന് പറയുമ്പം I3Q I4S IgG. അപ്പം I3Q മാത്രം എടുത്തിട്ട് മറ്റ് രണ്ടുപേരെ മൈനസ് ചെയ്ത് എന്നിട്ട് 0 കിട്ടും എനിക്ക് അവിടെയും. 1ഉം 2ഉം കിട്ടിയോ? ഇനി ദ റെസിസ്റ്റൻസ് PQRS. ഞാൻ നേരത്തെ പറഞ്ഞു 4 റെസിസ്റ്റൻസ് ഉണ്ട് PQRS എന്ന്. It's adjusted that the galvanometers show 0 deflection. 0 വരുന്നില്ല എന്നുണ്ടെങ്കിൽ IG 0 ആണെന്ന്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ തന്നെ ഇതാ ഉത്തരം പറഞ്ഞു, IG 0 ആണെന്ന്. This current through the galvanometer is 0. ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ 0 ആണെന്ന്. അപ്പം കറണ്ട് ഇല്ല. ഗാൽവനോമീറ്റർ എന്തിന് ഇപ്പം ഡിഫ്ലക്ഷൻ കാണിക്കുന്നു? ഇല്ല, അവൻ കാണിക്കുന്നില്ല. അതാ I1P എടുക്കുക. I1Pനെ നോക്കുക. I2Rനെ നോക്കുക. I2Rഉം കൂടി മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടിയോ? കമ്മിങ് ടു ദ ജംഗ്ഷൻ ആൻഡ് ലീവിങ് ദ ജംഗ്ഷൻ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഇനി I3Qവും I4Sഉം കൂടി ചെയ്യുമ്പോൾ അവനെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. So I1P is equal to I2R coming the junction and going out of the junction. I3Q and I4S equal ആണ്. So 5 divided by 6 ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടും P/Q is equal to R/S എന്ന്. ഇതാ കിട്ടിപ്പോയി. ഒന്ന് നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. The 4 resistance of a V-stone bridge are 1 ohm each. When a bridge is balanced, the cell of the EMF of 1 volt. The current drawn from a cell is ആ ഒരു സെല്ലിൽ നിന്നുള്ള കറണ്ട് ഡ്രോൺ എത്രയാണ് കറണ്ട് ഡ്രോൺ. കറണ്ടിന് ഡ്രോ ചെയ്തില്ലെന്ന് മാത്രം പറയരുത്. ഓരോ സൈഡിലും 1 ohm വെച്ച് ഞാൻ ഇതാ വരച്ചു. When a bridge is balanced, the cell has an EMF of 1 volt. അപ്പം ഇവിടെ നോക്ക്, 1/2 plus 1/2. എന്തുകൊണ്ട് 1/2 plus 1/2 എടുത്തു? കാരണം അപ്പം ആകെ 2 എണ്ണേ ഉള്ളൂ. ബാക്കി 2 സീരീസ് കണക്ട് ചെയ്തത് കൊണ്ട് അവൻ 1 ആയി മാറി, 2 ആയിട്ട് മാറി. അപ്പോൾ 1/2 plus 1/2 ചെയ്തപ്പോൾ 2/2 ഇത് 1 ആണ്. ഇനി എന്താണ് കറണ്ട് എന്നാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. I is equal to V/R. 1/1 is equal to 1 ആംപിയർ എന്ന് കിട്ടി. വളരെ പാടുള്ള ചോദ്യങ്ങൾ തന്നാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചെയ്തിരിക്കും. ഇതെങ്ങനെ ചെയ്യണം വളരെ ഇത് രണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതാദ്യം ഒന്നെടുത്ത് പറ്റുമോ? അപ്പോൾ ഒരു പ്രശ്നം വരും. ഇവൻ ഇവിടെയുള്ളവൻ്റെ കൂടെയുള്ളവനല്ലേ ഇതെന്ന്. കൺഫ്യൂസ്ഡ് ആയോ നിങ്ങൾ? പാടില്ല. നോക്കിവിടെ പടം വ്യക്തമാക്കി നോക്കണം. ഇവിടെ 2 ohm അതാ പടം വരച്ച് വന്നപ്പോൾ V-stone ബ്രിഡ്ജിൻ്റെ പടം പോലെ വന്നല്ലോ. എന്നിട്ടിതാ P/Q is equal to R/S മറക്കരുത്. ഇത് തന്നെയാണ് അവൻ. 2/2 is equal to 2/2.
രണ്ടും ഈക്വലാണ്. സോ 1/4 + 1/4 എന്ന് പറയുന്ന സീരീസ് പാരലൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 ohm എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മീറ്റർ ബ്രിഡ്ജിനെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യും? മീറ്റർ ബ്രിഡ്ജ് ഇസ് ബേസ്ഡ് ഓൺ ദ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് used to measure the unknown resistance. ഒരിക്കലും അറിഞ്ഞുകൂടാത്തവനെ ഞാൻ പോയി കണ്ടുപിടിക്കാൻ പോവുകയാണോ? The meter bridge consists of an uniform wire AB kept stretched between two copper strips fixed on a wooden board. ബോർഡിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കുന്ന ആരുണ്ട്? മീറ്റർ ബ്രിഡ്ജ് consists of an uniform wire AB. He kept stretched between two copper strips fixed on a wooden board. മറ്റൊരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ട് ഫിക്സ്ഡ് ബിറ്റ്വീൻ ദം. ദ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് X is connected on the left gap and resistance box is connected to the right gap. The battery is connected between A and B and the galvanometer is connected between C and J. ജെയിനെ ജോക്കി എന്ന് വിളിക്കും. ജോക്കറല്ല, ജോക്കിയാണ്. The jockey is moved along the wire AB to find the balancing length. J എവിടെ? ഇതാ J വന്നിരിക്കുന്നു. X വന്നിരിക്കുന്നു, R വന്നിരിക്കുന്നു, A വന്നിരിക്കുന്നു, B വന്നിരിക്കുന്നു, ഇതാ വന്നിരിക്കുന്നു. The jockey is moved along the wire AB to find the balancing length. The deflection of galvanometer is made 0. The balanced length AJ is measured as I and BJ is equal to 100 - L centimeter. Resistance of a wire AJ എന്താ? LR ആകുന്നു. Resistance of a wire 100 - L into R. According to Wheatstone principle, P/Q is equal to R/S. P എന്താണ്? X/R is equal to LR/100 - L into R. ഇതെല്ലാം ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ X is equal to RL divided by 100 - L എന്ന് നമുക്ക് കിട്ടി. ഇവിടെ എക്സിന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. X/R is equal to LR divided by 100 - L into R എന്ന ഫോർമുല അറിയാം. പൊട്ടൻഷ്യോമീറ്റർ ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ? അതറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലേ അറിയാൻ പറ്റൂ. To find the internal resistance, the comparison of EMF of two cells. Theory of potentiometer. VA minus VB is equal to delta R. Delta V is equal to IR. So delta V is equal to I rho L by A. എന്താണ് rho L by A? R ആണ്. delta V is equal to I R ആണ്. To internal resistance of a cell using potentiometer. വെറും 4 പേജുകൾ ചാപ്റ്റർ തീരാൻ. വലിയൊരു ചാപ്റ്ററാണ് നമ്മൾ നിഷ്പ്രയാസം തീർത്തുകൊണ്ടിരിക്കുന്നത്. Initially the keys in the secondary circuit is kept open and balancing L0 is noted. Directly proportional to L0. Now close the key K1. Introduce a convenient resistance R by means of a resistance box and find the balancing length L. B directly proportional to L. B എന്ന് പറയുന്ന IR ആണ്. L കൊടുത്തിട്ടുണ്ട്. ഇപ്പം ER divided by R plus R. I is equal to ER divided by R plus R. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് R is equal to R into L0 by L divided by L എന്ന് കിട്ടും. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? ഫിഗർ കണ്ടോ നിങ്ങൾ? ക്വസ്റ്റ്യൻ ചോദിക്കാം. You are asked to compare the EMF of two cells using potentiometer. Draw the circuit diagram of this and explain how you will determine the rationale of EMF. എങ്ങനെ കണ്ടുപിടിക്കും? E directly proportional to L1, E2 directly proportional to L1. L2 E1 by E2 is equal to L1 by L2. ചാപ്റ്റർ തീർന്നിരിക്കുന്നു. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രം വരച്ച് പഠിക്കണം. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ റാഷണൽ ഓഫ് EMF റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? E1 by E2 is equal to L1 by L2 എന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം.
അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. പഠിച്ചു കഴിഞ്ഞു. ഒട്ടും തന്നെ സമയം കളയാതെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. വിശ്രമം അരുത്. പഠിക്കുക.